ചെറുപ്പത്തിൽ തന്നെ അച്ഛനിൽ നിന്ന് ശരിക്കും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടന്നതിൻ്റെ ഒരു സൗരഭ്യം മാത്രമേ ഉള്ളൂ. പാണ്ഡിത്യത്തിൻ്റെ ഒന്നും ഏഴായാലത്ത് എത്തിയിട്ടില്ല. നമ്മുടെ കുഴപ്പം പലപ്പോഴും വായന ഇല്ലാത്തതല്ലല്ലോ, എന്താണ് വായിക്കുന്നത് എന്നുള്ളതാണല്ലോ ശരിക്കും കുഴപ്പം. അവിടെ SFI എന്ന് പറയുന്ന സംഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ എന്ത് ജനാധിപത്യ ബോധമാണ് പുലർത്തുന്നത്? മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പോലും മാനിക്കാതെ എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് അവരോടൊരു വിരോധം, അവരോടൊരു എതിർപ്പ് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നുണ്ട്. പരമേശ്വർജിയെ കാണുന്നതും പരമേശ്വർജിയോട് എൻ്റെ സാഹചര്യങ്ങളൊക്കെ പറയുന്നു. പരമേശ്വർജി എന്നോട് അവിടെ നിന്നോളൂ, തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങനെ വിചാര കേന്ദ്രത്തിൻ്റെ ഭാഗമായി സംസ്കൃതി ഭവനിൽ നിന്നുകൊണ്ടാണ് അവസാനത്തെ 2 വർഷം ഞാൻ LLB പഠനം നടത്തുന്നത്. ഇവർ ഈ ജനാധിപത്യമൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിലും ഒരു എതിർ ശബ്ദത്തെ പോലും അംഗീകരിക്കാനുള്ള മനസ്സില്ലാത്ത ആൾക്കാരാണ്. അതിനുവേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ പുറകിൽ തലട വിളിക്ക് അടി വരുന്നു. അപ്പോൾ നമ്മൾ ബോധം കിട്ടാതെ വീഴുകയാണ്. ഇത്രയും ആൾക്കാർ വളഞ്ഞു നിന്ന് ഒരു രാത്രി മുഴുവൻ നമ്മളെ ഭേദ്യം ചെയ്യുക, ചവിട്ടുന്നു, കുത്തുന്നു, വടിയെടുത്ത് അടിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പല്ല് പോയിട്ടുണ്ട്, എൻ്റെ കണ്ണ് കലങ്ങിയിട്ടുണ്ട്, മേലെ മുഴുവൻ ചോര ഏൽപ്പിച്ച് ഇവരെന്നെ ആശുപത്രിയിൽ പോകാൻ പോലും സമ്മതിച്ചില്ല. അത്രയും സത്യവിരുദ്ധമായിട്ട് ഇവരൊന്നും വലിയ എന്താ പറയുക സീസൺഡായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഒന്നുമല്ല. 17 വയസ്സിനും 22 വയസ്സിനും ഇടയ്ക്കുള്ള LLBക്ക് പഠിക്കുന്ന SFIയുടെ പിള്ളേരാണ് ഈ ചെയ്യുന്നതെന്ന് ആലോചിക്കണം. ഇത് എന്ത് തരത്തിലുള്ള മാധ്യമപ്രവർത്തനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അവിടെ പറഞ്ഞത് ഇവിടെ പറയുക, ഇവിടെ പറഞ്ഞത് അവിടെ പറയുക, വ്യാജമായിട്ട് വാർത്തകൾ ഇവർ സൃഷ്ടിച്ചെടുക്കുകയാണ്, കൾട്ടിവേറ്റ് ചെയ്യുകയാണ് ന്യൂസ് എന്ന് പറയുന്നത്. അതായത് ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരാളാണ്, വ്യക്തിഗതമായിട്ടുള്ള എന്തെങ്കിലും ഒരു മികവ് കൊണ്ടല്ല. പ്രിയങ്ക ഗാന്ധിക്ക് സംഘടനാപരമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തപ്പോൾ പ്രിയങ്ക ഗാന്ധി എന്താ ചെയ്തിട്ടുള്ളത്? ഈ സംസ്ഥാന ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന സംഭവം അത് സംസ്ഥാനത്തിൻ്റെ ഫണ്ടല്ല. അത് കുറച്ച് സമയം കൂടി എടുക്കുമായിരിക്കും ഒരു പക്ഷേ മുഴുവൻ ആളുകളിലേക്ക് ആ ബോധ്യത്താൻ. പക്ഷേ നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യും. അന്ന് BJP ഒരു പക്ഷേ എന്താ പറയുക ഒരു 10 വർഷത്തിനുള്ളിൽ BJP കേരളം ഭരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാവും. ശ്രീ ശങ്കുറ്റി ദാസ്, BJPയുടെ ഒരു യുവ മുഖങ്ങളിൽ ഒരാളാണ് താങ്കൾ. BJPയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ കൺവീനറാണ്, പ്രഭാഷകനാണ്, പിന്നെ ആധ്യാത്മിക വിഷയങ്ങളുള്ള അറിവ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ വരുമ്പോൾ അത് ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ ആർജിച്ച ചില സാംസ്കാരികമായ അറിവുകളും അങ്ങനെയുള്ള ആധ്യാത്മികമായ അറിവുകളും ഒക്കെയാണ് താങ്കളെ ഇങ്ങോട്ട് നയിച്ചതെന്ന് കരുതുന്നു. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? തീർച്ചയായിട്ടും വളരെ ഒരു ആത്മീയമായിട്ടുള്ള ചുറ്റുപാടിൽ തന്നെയാണ് എൻ്റെ ഒരു അപ്ബ്രിങ്ങിങ് എന്ന് പറയുന്നത്. അച്ഛനും അമ്മയൊക്കെ തികഞ്ഞ ഈശ്വരവിശ്വാസികളാണ്. അച്ഛൻ പ്രത്യേകിച്ചും ആത്മീയ കാര്യങ്ങളിൽ നല്ല അറിവുള്ള ആളായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു അച്ഛൻ. അച്ഛന് തന്ത്രമാണെങ്കിലും ജ്യോതിഷമാണെങ്കിലും വൈദ്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളെപ്പറ്റി നല്ല ആഴത്തിലുള്ള അറിവും നല്ല വായനയുള്ള ആളായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അച്ഛനിൽ നിന്ന് ശരിക്കും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടന്നതിൻ്റെ ഒരു സൗരഭ്യം മാത്രമേ ഉള്ളൂ, പാണ്ഡിത്യത്തിൻ്റെ ഒന്നും ഏഴായാലത്ത് എത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പിന്നെ വീടിനോട് ചേർന്ന് തന്നെ വീടിൻ്റെ മുന്നിൽ തന്നെ അയ്യപ്പൻ്റെ ഭഗവതിയുടെ അമ്പലമാണ്. അപ്പോൾ എൻ്റെ ബാല്യത്തിലെ ഓർമ്മകളെന്നൊക്കെ പറയുന്നത് തന്നെ അമ്പലവും ഉത്സവവും വഴിപാടും അങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ ആധ്യാത്മികമായിട്ടുള്ളൊരു അന്തരീക്ഷം ഒരു വളരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പിന്നീട് വലിയ ആളുകളുമായിട്ട് ഇടപെടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് വളർച്ചയുടെ പല ഘട്ടങ്ങളിലും. വലിയ പണ്ഡിതന്മാരായിട്ടുള്ള ഇപ്പോൾ LLBക്ക് പഠിക്കുന്ന സമയത്ത് പരമേശ്വർജിയുടെ കൂടെയായിരുന്നു 2 കൊല്ലം. വിചാരകേന്ദ്രത്തിലായിരുന്നു, സംസ്കൃതി ഭവനിൽ താമസിച്ചിട്ടാണ് പഠിച്ചിരുന്നത്. അതേപോലെ ഡോക്ടർ N ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകളെയൊക്കെ വളരെ ചെറുപ്പത്തിലേ കാണാനും അവരുടെയൊക്കെ ഒപ്പം സമയം ചെലവഴിക്കാനും നല്ല ഉപദേശങ്ങൾ കിട്ടാനും എന്താണ് വായിക്കേണ്ടത്. നമ്മുടെ കുഴപ്പം പലപ്പോഴും വായന ഇല്ലാത്തതല്ലല്ലോ, എന്താണ് വായിക്കുന്നത് എന്നുള്ളതാണല്ലോ ശരിക്കും കുഴപ്പം. അപ്പോൾ ശരിയായ വായന, എന്താണ് വായിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ടൊരു നിർദ്ദേശം അച്ഛൻ്റെ അടുത്ത് നിന്നാണെങ്കിലും ചെറിയച്ഛന്മാരാണെങ്കിലും അതേപോലെ തന്നെ ഗുരുക്കന്മാരാണെങ്കിലും ഒക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് ഡോക്ടർ കൃഷൻ കാക്ക്, അദ്ദേഹം എൻ്റെ മെൻറ്ററായിരുന്നു. ആ സമയത്ത് ഞാനവിടെ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ശരിക്കും എൻ്റെ ഒരു രാഷ്ട്രീയ ബോധത്തെ കൃത്യമായിട്ടൊരു അതിനൊരു ദിശാബോധം തരുന്നത് അല്ലെങ്കിൽ അതിനെ പരുവപ്പെടുത്തി എടുക്കുന്നതിലൊക്കെ ഡോക്ടർ കൃഷൻ കാക്കിന് വലിയ പങ്കുണ്ട്. അദ്ദേഹം ഒരു പ്യുവർ ഇൻഡോളജിസ്റ്റാണ്. ഇൻഡോസെൻട്രിക് ആയിട്ട് ചരിത്രത്തെ കാണുന്നത് എങ്ങനെയാണ്, നമ്മുടെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിനെ ഒരു സിവിലൈസേഷണൽ ബാറ്റിലായിട്ട് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ എനിക്കൊരു കൃഷൻ കാക്കിൻ്റെ ഒരു സാമീപ്യമാണ്. അതുപോലെ തന്നെ പരമേശ്വർജി ഒരു സംഘപ്രസ്ഥാനങ്ങളുമായിട്ട് അടുക്കാനും അങ്ങനെ ഒരു സംഘടനാപരമായിട്ടുള്ള ബന്ധമൊന്നും ചെറുപ്പത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരു ദേശീയവാദത്തിനോടൊക്കെ ആഭിമുഖ്യമുള്ള ആളുകളാണെങ്കിലും ഒരു പരസ്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനാണെങ്കിലും അമ്മ ടീച്ചറാണ്, സ്കൂൾ ടീച്ചറാണ്, അച്ഛൻ ബിസിനസ്സായിരുന്നു.
വീട്ടിലാർക്കും അങ്ങനെ ഒരു രാഷ്ട്രീയ ബന്ധമൊന്നുമില്ല, സംഘടനാ പ്രവർത്തനത്തിൻ്റെ പരിചയമൊന്നുള്ള ആരും ഉണ്ടായിരുന്നില്ല. കോളേജിലൊക്കെ പോകുന്ന സമയത്തൊന്നും ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രത്യേക അനുഭവമോ ഏതെങ്കിലും ഒരു സംഘടനയുടെ വിരോധമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോ കോളേജിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്ന ചില രാഷ്ട്രീയം ഉണ്ടല്ലോ. അവിടെ SFI എന്ന് പറയുന്ന സംഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവർക്ക് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ എന്ത് ജനാധിപത്യ ബോധമാണ് പുലർത്തുന്നത്, അവർക്ക് അധികാരം എങ്ങനെയാണ് അവർ വിനിയോഗിക്കുന്നത്, മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ പോലും മാനിക്കാതെ എങ്ങനെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരോടൊരു വിരോധം, അവരോടൊരു എതിർപ്പ് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ SFI വിരുദ്ധനേ ആവുന്നുള്ളൂ, ഞാൻ ABVP കാരനോ BJP കാരനോ ആയിട്ടില്ല. പിന്നീട് പരമേശ്വർജിയെ പോലെയുള്ള ആളുകളുടെ സ്വാധീനവും അവരുടെ സ്വാമീപ്യവും കൊണ്ടാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലേക്ക് അടുക്കുന്നത്. അന്ന് പരമേശ്വർജിയുടെ നേതൃത്വത്തിൽ തന്നെ തിരുവനന്തപുരത്ത് വിവേകാനന്ദ പഠനവേദി എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിരുന്നു. വിവേകാനന്ദ സ്വാമികളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ആ ദർശനങ്ങൾ യുവാക്കൾക്കിടയിൽ കൂടുതൽ പ്രചാരം കൊടുക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയത്. പരമേശ്വർജിയുടെ ബ്രെയിൻ ചൈൽഡാണ് ആ സംഘടന. എൻ്റെ ആദ്യത്തെ തിരുവനന്തപുരത്തെ ജില്ലാ കൺവീനറായിട്ട് ചുമതല ഞാനാണ് എടുക്കുന്നത്. എൻ്റെ നേതൃത്വത്തിലാണ് ആ സംഘടന അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഈ ഒരു പന്ഥാവിനേക്ക് കൂടുതൽ മനസ്സിലാക്കാനും അത് കൂടുതൽ അറിയാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു മെടുക്കല്ല, ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു അന്തരീക്ഷവും നല്ല ആളുകളുമായിട്ട് ഇടപെടാൻ കഴിഞ്ഞതുമൊക്കെയാണ്. ഇപ്പോഴും വലിയ അറിവുള്ള ഒരാളാണ് ഞാനെന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല കേട്ടോ. അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ, പഠിക്കാൻ ശ്രമിക്കുന്നു എന്നില്ല. അല്ലാണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി പൂർണ്ണമായിട്ടുള്ള ഞാൻ എനിക്കുണ്ടെന്നുള്ള യാതൊരു അവകാശവാദം എനിക്കില്ല. ലോ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നല്ലോ ഒരു ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ചെറിയ സംഘർഷമല്ല, അത്യാവശ്യം നല്ല സംഘർഷമായിരുന്നു. അപ്പോൾ ഇപ്പം ഈ കാണുന്ന പല്ലൊക്കെ വെച്ചതാ, ഈ പല്ലൊക്കെ അന്ന് അടിയിൽ നഷ്ടപ്പെട്ടു പോയതാണ്. ഈ കണ്ണൊക്കെ ചവിട്ടി കലക്കിയിരുന്നു. അതായത് അവിടെ ഒരു SFIയുടെ ഏകാധിപത്യമായിരുന്നു. അത്രയ്ക്ക് വിരോധം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പാർട്ടിയും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, പക്ഷെ ഞാനൊരു SFI വിരുദ്ധനായിരുന്നു ആദ്യം മുതൽക്ക് തന്നെ. ബാക്കി എന്താണ് ശരിയെന്ന് നമുക്കറിയില്ല, പക്ഷേ ഇവർ ശരിയല്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ നേരത്തെ ബോധ്യപ്പെട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ വർഷം കോളേജിൽ വന്നപ്പോൾ തന്നെ അതൊരു ചെങ്കോട്ടയാണ്, റെഡ് ഫോർട്ട് ഓഫ് SFI എന്നാണ് അവർ അവകാശപ്പെടുന്നത്. SFI അല്ലാതെ വേറെ സംഘടനകൾക്കൊന്നും പ്രവർത്തന സ്വാതന്ത്ര്യം പോലും ഇല്ല. പേരിന് നെയിംസേക്കായിട്ട് ABP 2-3 ആൾക്കാരുണ്ട്, കുറച്ച് KSUക്കാരുണ്ട്, കുറച്ച് ASFകാരുണ്ട്. പക്ഷെ ഇവർക്കൊന്നും പ്രവർത്തന സ്വാതന്ത്ര്യമൊന്നുമില്ല. ഇലക്ഷൻ സമയത്ത് മത്സരിക്കാൻ സാധിക്കും എന്നല്ലാതെ ഒരു പ്രകടനം നടത്താനോ ഒരു സമരം നടത്താനോ അതല്ലെങ്കിൽ ക്ലാസ് റൂമുകളിൽ കയറി ക്യാമ്പയിൻ ചെയ്യാനോ ഒന്നും സാധിക്കുന്നൊരു അന്തരീക്ഷമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല SFIയുടെ പരിപാടികളിൽ എല്ലാവരും നിർബന്ധമായിട്ട് പങ്കെടുക്കണമായിരുന്നു. ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പരിപാടിക്കാണ് നമ്മൾ പങ്കെടുക്കുന്നതെന്ന് പോലും അറിയാതെ സെക്രട്ടേറിയറ്റ് മാർച്ചിനും അതേപോലെ തന്നെയുള്ള പരിപാടികൾക്കൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു രീതി ശരിയല്ല, ഇവരുടെ ഒരു ധാർഷ്ട്യം, ഇവരുടെ ഒരു ഏകാധിപത്യം അത് ശരിയല്ല എന്നൊരു ബോധം ആദ്യം മുതലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ വർഷം നമുക്ക് വല്ലാതെ പ്രതികരിക്കാൻ സാധിക്കില്ല സാധാരണഗതിയിൽ. കുറച്ചും കൂടി കഴിയുമ്പോഴാണ് ആളുകൾ പ്രതികരിക്കുക. പക്ഷേ ഞാൻ ഒന്നാമത്തെ വർഷം തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. ഞാൻ ആദ്യത്തെ വർഷത്തെ ഇലക്ഷൻ സമയത്ത് അന്ന് ക്ലാസ് റെപ്പ് സ്ഥാനാർത്ഥിയായിട്ട് വന്ന SFIയുടെ കാൻഡിഡേറ്റിനെതിരെ ഞാൻ ക്യാമ്പയിൻ നടത്തുകയും മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ക്യാൻവാസ് ചെയ്യുകയൊക്കെ ചെയ്തത് ഇവർക്ക് അറിയാമായിരുന്നു. വളരെ രഹസ്യമായിട്ടാണ് പ്രവർത്തനം നടത്തിയെങ്കിലും ഇവർക്കത് മനസ്സിലായിരുന്നു. അപ്പോൾ അന്ന് മുതൽക്ക് തന്നെ എന്നെ ഒരു വിരോധിയായിട്ട് അവർ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ പറയുന്നത് പോലെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയത്തിലൊരു സംഘടനാ രൂപമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ആശയഗതികളൊക്കെ വളരെ വ്യക്തമായിരുന്നു. ഈ പറയുന്ന ഒരു ഹൈന്ദവമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ടും ഒരു ദേശീയവാദത്തോട് ആഭിമുഖ്യമുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ടും ഒരു റൈറ്റ് വിങ് നാഷണലിസം തന്നെയായിരുന്നു ഒരു ആശയഗതി. അത് വളരെ പെട്ടെന്ന് റെക്കഗ്നൈസബിളും ആണല്ലോ, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ഇയാൾ എന്താണ് ഇയാളുടെ ലൈൻ എന്നുള്ളത്. അപ്പോൾ ഇവരങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചുള്ള ഒരാളായിരുന്നു. മാത്രമല്ല അവിടെ ഒരു SFIയുടെ ബാനറിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ, എന്തെങ്കിലും സ്ഥാനങ്ങളിലൊക്കെ നിൽക്കാനോ അല്ലെങ്കിൽ ഒരു റെക്കഗ്നീഷൻ കിട്ടാനോ ഒക്കെ പാടുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അവരൊന്നും ലൈം ലൈറ്റിൽ വരുന്നത് ഇവർ അംഗീകരിക്കുമായിരുന്നില്ല. പക്ഷേ എനിക്ക് SFIയുടെ ബാനറില്ലാതെ തന്നെ കോളേജിൽ അത്യാവശ്യം സ്വീകാര്യത ഉണ്ടായിരുന്നു. ഞാനവിടെ മൂഡ് കോർട്ട് കോമ്പറ്റീഷനിൽ കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ADRുമായി ബന്ധപ്പെട്ട് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ്റെ അദാലത്തുകളിലൊക്കെ കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്ത് മത്സരിച്ചിട്ടുണ്ട്. NSSൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഞാൻ അവിടുത്തെ വോളണ്ടിയർ സെക്രട്ടറി ആയിരുന്നു ഒരു ഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെ NSSലൂടെയും മറ്റ് പ്രവർത്തനത്തിലൂടെയൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇവർക്കത് ഇഷ്ടമായിരുന്നില്ല, SFIക്കാരനല്ലാത്ത ഒരാൾക്ക് ഇത്രയും റെക്കഗ്നീഷൻ കിട്ടുന്നു എന്നുള്ളത് ഇവർക്ക് ഇഷ്ടമായിരുന്നില്ല. പിന്നെ ചില കോളേജിലുള്ള ചില സംഭവ വികാസങ്ങളിൽ ഞാൻ എടുത്തിട്ടുള്ള ചില നിലപാടുകളും ഒക്കെ ഇവർക്ക് വിരോധമായിരുന്നു. എന്തായാലും അവസാന വർഷം വരെ ഒരു 3-ാമത്തെ വർഷം വരെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോയി. 4-ാമത്തെ വർഷത്തിലാണ് ഈ സംഘർഷം ഉണ്ടായത്. 5 വർഷമാണ് LLB, ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. 4-ാമത്തെ വർഷമായപ്പോഴേക്കും ഒരു ഹോസ്റ്റൽ ഡേയുടെ അന്ന് രാത്രി ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ഒരു 5-6 ആളുകൾ വളഞ്ഞിട്ട് മർദ്ദിക്കുക ചെയ്തു. അത് ഒറ്റയ്ക്കായിരുന്നു, നമുക്കിത് മനസ്സിലാവുന്നത് പോലുമില്ല ഇവരിങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഒരു കാര്യം സംസാരിക്കേണ്ടതുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയതാണ്. പുറകിൽ നിന്നാണ് അടിക്കുന്നത്.
ഈ ഡെസ്കിൻ്റെ കാലെടുത്തിട്ടാണ് അടിക്കുന്നത് ആദ്യം, പുറകിൽ നിന്ന് തലയുടെ വിളിക്ക് അടി വരുന്നത്. അപ്പോൾ നമ്മൾ ബോധം കിട്ടാണ്ട് വീഴുകയാണ്. ഇത്രയും ആൾക്കാർ വളഞ്ഞു നിന്ന് ഒരു രാത്രി മുഴുവൻ നമ്മളെ ഭേദ്യം ചെയ്യുക, ചവിട്ടുന്നു, കുത്തുന്നു, വടിയെടുത്ത് അടിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പല്ല് പോയിട്ടുണ്ട്, എൻ്റെ കണ്ണ് കലങ്ങിയിട്ടുണ്ട്, മേലെ മുഴുവൻ ചോര ഏൽപ്പിച്ചു. ഇവരെന്നെ ആശുപത്രിയിൽ പോകാൻ പോലും സമ്മതിച്ചില്ല, കാരണം കേസാവുമല്ലോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ. പിന്നീട് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആൾക്കാർ വിവരം അറിഞ്ഞ് വന്ന് അവരാണ് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ അടുത്ത ദിവസം നാട്ടിലേക്ക് പോയിട്ട്, ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കമ്മീഷണർക്ക് പോയിട്ട്, അന്ന് മനോജ് എബ്രഹാം ആയിരുന്നു തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ, മനോജ് എബ്രഹാമിന് പോയിട്ട് പരാതി കൊടുത്തു. അതിനുശേഷം ഞാൻ നാട്ടിൽ പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അങ്ങനെയാണ് അതിൽ കേസ് എടുക്കുന്നത്. കേസിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ശ്രമങ്ങളും ഒക്കെ ഉണ്ടായി. കോളേജിൽ ഇനി തുടർന്ന് പഠിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. കാരണം SFIനെ എതിർത്തുകൊണ്ട് ഒരാൾക്ക് ആ കോളേജ് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു പിന്തുണ ആവശ്യമായിരുന്നു ആ ഘട്ടത്തിൽ. ആ സമയത്താണ് ഞാൻ വിചാരകേന്ദ്രത്തിൽ പോയിട്ട് പരമേശ്വർജിയെ കാണുന്നതും പരമേശ്വർജിയോട് എൻ്റെ സാഹചര്യങ്ങളൊക്കെ പറയുന്നു. പരമേശ്വർജി എന്നോട് അവിടെ നിന്നോളൂ, തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങനെ വിചാരകേന്ദ്രത്തിൻ്റെ ഭാഗമായി സംസ്കൃതി ഭവനിൽ നിന്നുകൊണ്ടാണ് അവസാനത്തെ 2 വർഷം ഞാൻ LLB പഠനം നടത്തുന്നത്. ആ സമയത്ത് ഞാൻ അവിടുത്തെ ABPയിൽ പ്രവർത്തനം ആരംഭിച്ചു. കാരണം അങ്ങനെ ഒരു ബദൽ വേണം എന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായി. നമ്മൾ ഇതിനെ എതിർത്താൽ മാത്രം പോരാ, ശരിയായിട്ടുള്ളൊരു ബദലിനെ അവിടെ സൃഷ്ടിക്കുകയും കൂടി വേണം എന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ടായി. ഞാൻ അവസാനത്തെ വർഷമൊക്കെ ആയപ്പോഴേക്കും എല്ലാ ക്ലാസ്സുകളിലും കയറി ABPക്ക് വേണ്ടി ക്യാമ്പയിനൊക്കെ ചെയ്യുന്ന നിലയിലേക്ക് ABPയുടെ വളരെ സജീവമായിട്ടുള്ളൊരു പ്രവർത്തനത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് എന്നോടുള്ള വിരോധം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാ അതിക്രമങ്ങളെയും അംഗീകരിച്ചുകൊണ്ടും അതിനോട് വിധേയപ്പെട്ടുകൊണ്ടും ജീവിക്കുകയാണ് അവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരും ചെയ്തിരുന്നത്. അതിനെതിരെ ഒരു ശബ്ദം ഉയർത്താൻ തയ്യാറായി, അതിനെതിരെ റെസിസ്റ്റൻസ് ആദ്യമായിട്ട് അവർക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇവർ ഈ ജനാധിപത്യമൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിലും ഒരു എതിർ ശബ്ദത്തെ പോലും അംഗീകരിക്കാനുള്ള മനസ്സില്ലാത്ത ആൾക്കാരാണ്. അതിനുവേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ. എന്നെ കേസിൽ നിന്ന് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കെതിരെ എത്രയോ വ്യാജ കേസുകൾ ഇവർ കൊടുത്തു. എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികളെ വെച്ചുകൊണ്ട് ഞാൻ അവരെ ഇത് ചെയ്യാൻ ശ്രമിച്ചു, കടന്നു പിടിക്കാൻ ശ്രമിച്ചു. അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിലുള്ള കുട്ടികളെ കൊണ്ട് ഞാൻ റാഗ് ചെയ്യാൻ ശ്രമിച്ചു. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ആൾ, അയാളുടെ ജാതി ഉപയോഗിച്ചുകൊണ്ട്, SC/ST അട്രോസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അയാളുടെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു. അതായത് ഇതെല്ലാം നോൺ വെയിലബിൾ ഒഫൻസാണ്. റാഗിങ് ആണെങ്കിൽ നോൺ വെയിലബിൾ ഒഫൻസാണ്, കോളേജിൽ നിന്ന് ഡീബാർ ചെയ്യും, പിന്നെ പഠിക്കാൻ പറ്റില്ല. ഈ പറയുന്ന SC/ST അട്രോസിറ്റി കേസ് എന്ന് പറയുന്നത് നോൺ വെയിലബിൾ ആണ്. DYSP റാഗിലുള്ള ഓഫീസർ അന്വേഷിക്കണം, ജാമ്യം ആദ്യഘട്ടത്തിൽ കിട്ടില്ല. അതേപോലെ തന്നെ ഈ സ്ത്രീ പീഡനം എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസ് ആണല്ലോ. പക്ഷേ പോലീസിന് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ ഇതൊക്കെ വ്യാജമാണെന്നും എൻ്റെ മദർ കംപ്ലയിൻറ്റ് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലായി. ഈ പറയുന്ന പെൺകുട്ടികൾ തന്നെ ആ മൊഴിയിൽ ഉറച്ചു നിന്നില്ല, അത് ഇങ്ങനത്തെ ഒരു പ്രഷർ കൊണ്ട് കൊടുത്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ SC/ST റാഗിങ് കേസ് CAയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ ഈ SC/ST അട്രോസിറ്റി കേസ് ഫേക്ക് ആണെന്നും അത് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നും ബോധ്യപ്പെട്ടു. അവരതിൽ FIR പോലും ഇട്ടില്ല. ഈ പറയുന്ന റാഗിങ് കേസ് പ്രിൻസിപ്പളുടെ തന്നെ അന്വേഷണത്തിൽ അത് വ്യാജമായിട്ടുള്ള കേസാണെന്ന് മനസ്സിലായിട്ട് പ്രിൻസിപ്പൾ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ അത് ഫേക്ക് ആയിട്ടുള്ള കേസാണെന്നുള്ള മട്ടിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് പിന്നെ എനിക്കെതിരെ വേറെ കുറേ കേസുകളുണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ എല്ലാത്തിലും ദൈവാധീനം എനിക്ക് അനുകൂലമായിരുന്നു. കാരണം എനിക്ക് വളരെ പ്രോപ്പറായിട്ടുള്ള അലബൈ ഉണ്ടായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്ന സമയത്ത് നടന്നിട്ടുള്ള സംഘർഷത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നുകൊണ്ടായിരുന്നു ഒരു കേസ് എനിക്കെതിരെ കൊടുത്ത്. ആ സമയത്ത് ഞാൻ പരീക്ഷ എഴുതുന്നതിൻ്റെ എല്ലാ തെളിവുകളും ഉണ്ട്, എൻ്റെ ഹോൾ ടിക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ കേസുകളിൽ നിന്നൊക്കെ ഞാൻ ഒഴിവായി. പക്ഷെ അത്രയും നീചമായിട്ട്, അത്രയും സത്യവിരുദ്ധമായിട്ട് ഇവരൊന്നും വലിയ സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഒന്നുമല്ല. 17 വയസ്സിനും 22 വയസ്സിനും ഇടയ്ക്കുള്ള LLBക്ക് പഠിക്കുന്ന SFIയുടെ പിള്ളേരാണ് ഈ ചെയ്യുന്നതെന്ന് ആലോചിക്കണം. 20-21 വയസ്സുള്ള ആളാണ്. അവർക്കെതിരെ നിന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളുടെ ജീവിതം തകർക്കാൻ, അയാൾക്ക് എല്ലാ കാലത്തേക്കും ഉള്ളൊരു ചീത്തപ്പേരുണ്ടാക്കാൻ, അയാളെ സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിക്കാൻ ഇത്രയും അത് എങ്ങനെ സാധിക്കുന്നു വെച്ചാൽ അതാ ഒരു സംഘടന അവർക്ക് കൊടുക്കുന്നൊരു ധൈര്യമാണ്. അത് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അല്ല, അത് SFIക്ക് മാത്രമല്ലല്ലോ, അത് CPMലാണെങ്കിലും DFIയിലാണെങ്കിലും SFI ഇതിനി ബാലസംഘത്തിലാണെങ്കിൽ പോലും ഇതായിരിക്കും ഇതൊരു സ്ട്രാറ്റജി എന്നുള്ളത് കാലങ്ങളായിട്ട് തീർച്ചയായിട്ടും അത് അവരാരെങ്കിലും കൊന്നാൽ പോലും ഈ കൊല്ലപ്പെട്ട ആൾ എന്തുകൊണ്ടും കൊല്ലപ്പെടാൻ യോഗ്യനായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന, ഇപ്പോൾ TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു, 51 വെട്ടിക്കൊന്നു. TP ചന്ദ്രശേഖരനെ പറ്റി നെല്ല് മാസികയിൽ വന്ന ലേഖനത്തിൽ പറയുന്ന TP ചന്ദ്രശേഖരൻ സ്വവർഗാനുരാഗിയായിട്ടുള്ള ആളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് ആരോ ഇദ്ദേഹത്തെ വെട്ടിക്കൊന്നതെന്നാണ്. അതായത് കൊന്നിട്ടും തീരാത്ത ബഹിയോട് കൂടിയിട്ട് ആ മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാജൻ എന്ന് പറയുന്ന വ്യവസായി
ആന്തൂർ തൂങ്ങി മരിച്ചല്ലോ. ആ ദേശാഭിമാനി പത്രത്തിൽ ആന്തൂർ സാജന്റെ ഭാര്യനെ പറ്റിയിട്ട് എന്താ വാർത്ത വന്ന് ഭാര്യയുടെ കോൾ റെക്കോർഡ് പരിശോധിച്ചപ്പോൾ രാത്രി ഇവർ പല ആൾക്കാരെയും വിളിക്കുന്നുണ്ട്. ഇത് അറിഞ്ഞതിലുള്ള മനോവിഷമം കൊണ്ടാണ് സാജൻ ആത്മഹത്യ ചെയ്തതെന്നാണ്. അതായത് അവനവൻ്റെ നെറികേടിനെ എങ്ങനെയും ന്യായീകരിക്കാൻ ഏതറ്റം വരെയും തരം താഴാൻ മനസ്സ്, അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ട്രെയിൻഡാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ. അത് എനിക്ക് തോന്നി ബാലസംഘം മുതൽക്ക് ഈ രീതിയിൽ ട്രെയിൻ ചെയ്തു വരുന്ന ആളുകളാണ്. ഇവർക്ക് പ്രോപ്പറായിട്ട് അഡ്വൈസ് കൊടുക്കാൻ ഇതിന് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സഭയുടെ മേലെ അതിന് ഏരിയ കമ്മിറ്റി, അതിന് ജില്ലാ കമ്മിറ്റി, ഇവരുടെ എല്ലാവരുടെയും കൺകറൻസോട് കൂടിയിട്ടാണ്, ഇവിടെ എല്ലാവരുടെയും നിർദ്ദേശാനുസരണമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ അത് സത്യത്തിൽ എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു രാഷ്ട്രീയ ബോധത്തെ ഡെവലപ്പ് ചെയ്യുന്നതിലും എന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കൂടുതൽ കരുത്തനാക്കി നിർമ്മിക്കുന്നതിലും വലിയ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഒരുപക്ഷെ അന്ന് ഈ കോളേജിൽ ഈ സംഘർഷവും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാനൊരു പക്ഷേ സജീവ രാഷ്ട്രീയത്തിലേക്കൊന്നും ഒരിക്കലും വരുമായിരുന്നില്ല. ഞാനിത്ര ഗൗരവമായി രാഷ്ട്രീയത്തെ സമീപിക്കുക പോലും ചെയ്യുമായിരുന്നില്ല. അപ്പോൾ ശങ്കുട്ടിദാസ് എന്ന് പറയുന്ന ഇന്നത്തെ പൊളിറ്റീഷ്യനെ ഉണ്ടാക്കിയെടുത്തതിൽ അന്നത്തെ കോളേജിൽ SFIക്കാർക്ക് വലിയ സ്വാധീനവും പങ്കുമുണ്ട്. അതെ, അന്നത്തെ ആ ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ചില ചിന്തകൾ താങ്കളെ സ്വാധീനിച്ചു. തീർച്ചയായിട്ടും അത് ചിന്ത മാത്രമല്ല, അതായത് നമ്മൾ സ്വമേധയാ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിർബന്ധപൂർവ്വം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും എന്നൊരു പ്രയോഗമുണ്ട്. നമുക്ക് ഇത് എൻ്റെ പ്രശ്നമല്ലെന്ന് കരുതി മാറി നിൽക്കാവുന്ന ഒരു അന്തരീക്ഷമല്ല ഇത് ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള, ഏറ്റവും നിരപരാധിയായിട്ടുള്ള, ഏറ്റവും നിസ്സഹായനായിട്ടുള്ള മനുഷ്യൻ്റെ മേലേക്ക് അങ്ങോട്ട് പോയിട്ട് ആക്രമിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനെ പ്രതിരോധിക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ബാധ്യത നമുക്ക് ചുറ്റുപാടുള്ള മനുഷ്യരോട് പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇവരെ പ്രതിരോധിക്കേണ്ടത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല, അതെൻ്റെ സാമാജികമായിട്ടുള്ള ബോധത്തിൻ്റെ ഭാഗമാണ്. ഇതിന് പ്രതിരോധിക്കപ്പെടേണ്ട ആദർശമാണ് എന്നുള്ളതും നേരെ തിരിച്ച് അതേ സമയത്ത് തന്നെ പരമേശ്വർജിയെ പോലെയുള്ള ആളുകളോട് ഇടപെടുമ്പോൾ, അവരുടെ സമ്പർക്കത്തിൽ വരുമ്പോൾ ശരിയായിട്ടുള്ളൊരു ആദർശവും നമ്മൾ കാണുകയാണ്. ആ കോൺട്രാസ്റ്റ് വളരെ ക്ലിയറാണ്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഇവിടെ മനുഷ്യരെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്ന, അവരോട് യാതൊരു ഒരു നീതിയും കാണിക്കാത്തൊരു സാധനം നമ്മൾ കാണുന്നു. അതേ സമയത്ത് തന്നെ സംഘം എന്ന് പറയുന്ന ഒരു ആദർശത്തെ നമ്മൾ വളരെ അടുത്ത് നിന്ന് കാണുകയാണ്. അപ്പോൾ ഇത് എതിർക്കപ്പെടേണ്ടതാണെന്ന് മാത്രമല്ല, അതിന് ബദലായിട്ട് ഉയർത്തിപ്പിടിക്കേണ്ടത് എന്താണ് എന്നുള്ളൊരു കാഴ്ചപ്പാടും ആ സമയത്താണ്. പക്ഷേ ഞാൻ വിചാരകേന്ദ്രത്തിൽ എത്താനും കാരണം ഈ സംഘർഷമാണ്. അന്ന് ഈ സംഘർഷം ഇല്ലെങ്കിൽ ഞാൻ വിചാരകേന്ദ്രത്തിൽ എത്തുകയോ പരമേശ്വർജിയെ കാണുകയോ ചെയ്യില്ല. ഈ ABPയുടെ ചുമതലകളിൽ വന്നതിന് ശേഷം താങ്കൾക്കെതിരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി? കോളേജിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അവിടുത്തെ അത്രയും കാലം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ശത്രുവായിട്ട് ഞാൻ മാറിയില്ല. അന്ന് വരെ ഞാൻ SFIനെ എതിർക്കുന്ന ഒരാളാണ്. അന്നത്തോടു കൂടി ഞാൻ സംഘിയാണല്ലോ. ഞാൻ RSSൻ്റെ പിന്തുണയോടുകൂടി ABPയിൽ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. RSSൻ്റെ ഒരു കേന്ദ്രത്തിൽ താമസിക്കുന്ന ഒരാളാണ്. ഇതിപ്പോൾ പറയാൻ പാടുമെന്ന് എനിക്കല്ല. ഞാൻ ഒരു ഘട്ടത്തിൽ കോളേജിലേക്ക് പോകുമ്പോൾ കയ്യിൽ സുരക്ഷയ്ക്ക് വേണ്ടി ആയുധമൊക്കെ കരുതിയിരുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ട്. കാരണം എന്താണ്, നമുക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം കോളേജിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുമോ എന്നൊരു ഉറപ്പില്ലാതിരുന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോലും അവിടെ കഴിയേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ സമയത്തും നിരന്തരമായിട്ടുള്ളൊരു ഭീഷണിയിൽ തന്നെയാണ്. ഏത് സമയത്താണ് ഒരു ആക്രമണം ഉണ്ടാവുക, ഏത് സമയത്താണ് ഒരു അടി പൊട്ടുക എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പിന്തുണ നമുക്കുണ്ടെന്ന് തോന്നിയതോട് കൂടിയിട്ട് ഇവർക്കും ഒരു ഭയം വന്നു. അതുവരെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഒരുത്തൻ നമുക്ക് എന്തും ചെയ്യാന്നുള്ളായിരുന്നു. ഞാൻ പൊന്നാനിക്കാരനാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്ന് തിരുവനന്തപുരത്തെ PMGയിലുള്ള ലോ കോളേജിൽ ഞാൻ പഠിക്കാൻ വരുമ്പോൾ എനിക്ക് ആ നഗരത്തിൽ പരിചയക്കാരനായിട്ട് ഒരാൾ പോലും ഇല്ല. ആദ്യമായിട്ടാണ് ഞാൻ തിരുവനന്തപുരം സിറ്റിയിൽ വരുന്നത്. എനിക്ക് അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. എൻ്റെ അച്ഛനും അമ്മയും എന്നെ കോളേജിൽ കൊണ്ട് ചേർത്തതിന് ശേഷം അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. പിന്നെ അവരെല്ലാ മാസവും വന്ന് എൻ്റെ കാര്യം അന്വേഷിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളോട് എന്തും ചെയ്യാമെന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. നേരെ തിരിച്ചൊരു സംഘടന വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? സംഘടന അടിസ്ഥാനമായിട്ട് എന്താ ചെയ്യുന്നത്? അത് വ്യക്തിയെ കൂടുതൽ കരുത്തനാക്കുകയോ ചെയ്യുന്നു. ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അയാൾ ദുർബലനാണ്. എന്നാൽ ഒരേ ആദർശമുള്ള, ഒരേ ആശയങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് നിൽക്കുമ്പോൾ അവർക്കൊരു ബലം വരുന്നുണ്ട്. ആ ബലം വന്നതോട് കൂടിയിട്ട് പഴയ രീതിയിലുള്ള എന്തും ചെയ്യാമെന്നുള്ളൊരു ധൈര്യം അവർക്കും ഉണ്ടായിട്ടില്ല. പിന്നീട് സംഘർഷങ്ങൾ കോളേജിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ സംഘർഷത്തിൻ്റെ അന്തരീക്ഷം അവസാന ദിവസം വരെയും, ഞാൻ അവസാനത്തെ പരീക്ഷ എഴുതി ഇറങ്ങി പോരുന്നത് വരെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഈ SFIക്കാർ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യം, ജനാധിപത്യ വിരുദ്ധതയും ഈ പറയുന്ന ഫാസിസ്റ്റ് പ്രവണതകളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ കോളേജുകളിലും അവരാണ് ജയിക്കുന്നതെന്നാണ് അവരുടെ അവകാശവാദം. എങ്ങനെ കാണുന്നു അതിനെപ്പറ്റി? അല്ല, തീർച്ചയായിട്ടും അത് എൻ്റെ നാട്ടിലൊരു പ്രയോഗമുണ്ട്. ഒരാൾ 25 വയസ്സിൽ കമ്മ്യൂണിസ്റ്റുകാരനല്ലെങ്കിൽ അവനെ ശ്രദ്ധിക്കണം, അവനെന്തോ കുഴപ്പമുണ്ട്. ഒരാൾ ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അയാളെ പ്രത്യേകം ശ്രദ്ധിക്കണം, അയാൾക്ക് കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ട്. ഇതൊരു ജലദോഷപ്പനി എന്നൊക്കെ പറയുന്ന പോലെ ഒരു സീസണലായിട്ടുള്ള രോഗമാണ്. ഇതെല്ലാ മനുഷ്യർക്കും വന്നു പോകുന്ന ഒരു സാധനമാണ്. ഒരു പ്രായത്തിൻ്റെ അസ്കിതയാണത്. ഒരു 20കളിലൊക്കെ ഉള്ള വളരെ ചെറുപ്പമുള്ള യുവത്വമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിപ്ലവ വീര്യം, ഒരു എല്ലാത്തിനെയും എതിർക്കണം എന്നുള്ളൊരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് മനോഭാവം,
ഒരു തുറന്ന പ്രതിഷേധം, പരസ്യമായിട്ട് പ്രതിഷേധം ഉന്നയിക്കാനുള്ളൊരു അഭിവാജ്ഞ ഉണ്ടാവും. ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്ന, ഒരു ആംഗ്രി യൂത്ത് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ആ ഒരു കുപിത യൗവനത്തിൻ്റെ ഘട്ടത്തിൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആളെ ഏറ്റവും പ്രോപ്പർലി ഫിറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് SFIയുടെ പ്രവർത്തനം. SFI എന്താ ചെയ്യുന്നത്? SFI നിങ്ങളുടെ എല്ലാ രോഷവും തുറന്നു വിടാനുള്ള എല്ലാ അവസരവും നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾക്ക് കോളേജിൻ്റെ ചില്ലടിച്ച് പൊട്ടിക്കാം, നിങ്ങൾക്ക് ബെഞ്ചും ഡെസ്കും തല്ലി തകർക്കാം, നിങ്ങൾക്ക് പ്രിൻസിപ്പളെ ചീത്ത വിളിക്കാം, അവർക്ക് വേണമെങ്കിൽ കുഴിമാടം വെട്ടാം, നിങ്ങൾക്ക് അധ്യാപകരെ കയ്യേറ്റം ചെയ്യാം, നിങ്ങൾക്ക് കോളേജ് തല്ലി തകർക്കാം, നിങ്ങൾക്ക് തെരുവിലിറങ്ങി കലാപം നടത്താം. ഇതെല്ലാം അംഗീകൃതമാണ്, ഇതെല്ലാം ലൈസൻസ്ഡ് ആണ്. ഇത്രയും സ്വാതന്ത്ര്യം വേറെ ഇപ്പം നമ്മൾ ABPയിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവിടെ അയാളെ പുറകോട്ട് വലിക്കുന്ന ഒരുപാട് അച്ചടക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ടായിരിക്കും ചില എക്സെപ്ഷണൽ ആയിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ. മറ്റേ ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ മൂർത്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോൾ മൂർത്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ആവശ്യമായി വന്നേക്കാം. പക്ഷെ പൊതുവിൽ ഇതിൽ ഈ SFIയുടെ എനിക്ക് ഞാൻ കാണുന്ന അതിലൊരു ആകർഷണം എന്ന് പറയുന്നത് ആ സമയത്തുള്ള എന്ത് ചെയ്താലും സംരക്ഷിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടിയാണ്. അപ്പോൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ സമയത്തുള്ള ഒരു മൈൻഡ് സെറ്റിനും ടെമ്പറമെൻറ്റിനും യോജിക്കുന്നതാണ്. പക്ഷെ അത് നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. SFIക്കാരായി പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ ആൾക്കാർ ആ ഘട്ടം കഴിയുമ്പോൾ തങ്ങൾ ചെയ്തു വന്നതിലൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിയും, മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നു നമ്മൾ കാണുന്നുണ്ടല്ലോ. ചില ആൾക്കാർക്ക് ഈ അസുഖം ഒരിക്കലും മാറില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഈ ബാലാരിഷ്ടത ജീവിതാവസാനം വരെ കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ കുഴപ്പം കൂടിയാണ്. ഈ പഠനകാലത്തിന് ശേഷം അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന, നമ്മളൊക്കെ പരിചയപ്പെടുന്ന ഒരു കാലത്തിൻ്റെ ഇടക്കാലം ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയായിരുന്നു ആ സാഹചര്യം? ഞാൻ LLB കഴിഞ്ഞു. പിന്നെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡൽഹിയിലാണ് ചെയ്തത്. അവിടെ ഇന്ത്യൻ ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചത്. ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനിലാണ്, ADR മെക്കാനിസംസിലാണ് ഞാൻ സ്പെഷ്യലൈസേഷൻ ചെയ്തത്. സുപ്രീം കോടതി ക്യാമ്പസിൽ തന്നെയായിരുന്നു ഈ ILI ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു വർഷം പഠിച്ചതിന് ശേഷം കുറച്ച് കാലം ഞാനവിടെ സുപ്രീം കോടതിയിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തു ഒരു വർഷം. അവിടെ സങ്കൽപ്പ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഡൽഹിയിൽ തന്നെ, RK പുരം സെക്ടർ 4. അവിടെ സങ്കൽപ്പ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ചേർന്ന് ഒരു വർഷത്തോളം ഞാൻ സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ 2014 ശേഷമാണ് ഞാൻ കേരളത്തിലേക്ക് മടങ്ങി വരുന്നത്. അപ്പോൾ വീട്ടിൽ അമ്മ മാത്രമായിട്ടുള്ളൊരു സാഹചര്യം വന്നു. അമ്മയാണ് വീട്ടിലുണ്ടായിരുന്നത്. അച്ഛൻ 2012 മരിച്ചു എൻ്റെ. അപ്പോൾ വീട്ടിൽ ഏട്ടന്മാർ 2 പേരാണുള്ളത്, അവരൊക്കെ പുറത്താണ്. അപ്പോൾ വീട്ടിൽ അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛമ്മ 2014 മരിച്ചപ്പോൾ അമ്മ ഇവിടെ തറവാട്ടിൽ ഒറ്റയ്ക്കായി. അപ്പോൾ പിന്നെ ഞാനിവിടെ നാട്ടിലേക്ക് വന്നു. ബാക്കി നാട്ടിൽ വന്ന് പഠിക്കാം എന്നായിരുന്നു. ഞാൻ ആ സമയത്ത് പ്രിലിംസൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്ന് പഠിക്കാൻ, ബാക്കി മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഓപ്ഷണൽ മാറ്റാമെന്നൊരു ആശയം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ജോഗ്രഫി എടുത്തത്, പിന്നീട് എനിക്ക് മലയാള ലിറ്ററേച്ചർ ആക്കാം. അപ്പോൾ നാട്ടിൽ വന്നാൽ മലയാള ലിറ്ററേച്ചർ പഠിക്കാനും സൗകര്യമുണ്ട്, പാലയിലൊക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്നൊക്കെയുള്ളൊരു പദ്ധതിയൊക്കെ ആയിട്ട് ഞാൻ നാട്ടിലേക്ക് വന്ന് 2014 ശേഷം. പിന്നെ നാട്ടിൽ വന്ന് പഠിപ്പൊന്നും നടന്നില്ല. നാട്ടിൽ വന്നത് നാടിൻ്റെ അവിടുത്തെ കാര്യങ്ങളിലൊക്കെ അങ്ങോട്ട് മുഴുകിപ്പോയി. വീട്ടുകാരും നാട്ടുകാരും, ഞാൻ പറഞ്ഞില്ല, അമ്പലമുണ്ട്, അയ്യപ്പനും ഭഗവതി അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ നടത്തിപ്പും ഉത്സവവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ തിരക്കിലിങ്ങനെ മുഴുകിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞാനിങ്ങനെ നാട്ടുകാര്യസ്ഥനായിട്ട് കൂടാൻ പോവുകയാണ്, ബാക്കി പരിപാടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എൻറോൾ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ എൻറോൾ ചെയ്ത് ഞാൻ തിരൂർ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. 2015 മുതൽ തിരൂർ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. പിന്നീട് ആ ഒരു സമയത്താണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്നത്. നമ്മളൊക്കെ പരിചയപ്പെട്ട് തുടങ്ങുന്നത് 2015കളാണ്. 2015ലാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ. കാരണം അത്രയും കാലം റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഓപ്പണായിട്ട് പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ് പറയാൻ പാടില്ല, രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കാൻ പാടില്ല. കാരണം ഇവർ സ്ക്രീൻ ചെയ്യുമ്പോൾ, ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ സമയം വരുമ്പോൾ രാഷ്ട്രീയ അനുഭാവം എന്താണെന്ന് നോക്കുകയും അങ്ങനെ ഓപ്പണായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡുകൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് വെയിറ്റേജ് കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സമയത്തൊന്നും തീരെ പൊളിറ്റിക്സ് എക്സ്പ്രസ് ചെയ്തിരുന്നില്ല. സിവിൽ സർവീസ് പരീക്ഷ വേണ്ട, ഇനി അത് നോക്കുന്നില്ല, പ്രാക്ടീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോൾ കിട്ടുന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇനി നമുക്ക് പറയാമല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു സ്വാതന്ത്ര്യമുണ്ട്. ആ സമയത്ത് ആനുകാലിക സാമൂഹിക വിഷയങ്ങളോടൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യഘട്ടത്തിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നൊന്നുമില്ല. പിന്നീട് പതുക്കെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. ധാരാളം ഫ്രണ്ട് റിക്വസ്റ്റുകൾ വരാൻ തുടങ്ങി, ധാരാളം ആളുകൾ വായിക്കാൻ തുടങ്ങി. പിന്നീട് അത്യാവശ്യം നല്ല റീച്ച് വന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, 2017-18 ആയപ്പോഴേക്കും എന്താ പറയുക, നമ്മളൊരു പരിപാടിയിൽ ഒരുമിച്ച് കോഴിക്കോട് വെച്ച് പങ്കെടുത്തിരുന്നു. ദിശാസംഗമം അല്ലേ? ദിശാസംഗമം എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു.
മാത്രമല്ല ഒരു 2016 ശേഷം എനിക്ക് റീഡർഷിപ്പ് വളരെ കൂടി. പോസ്റ്റിനൊക്കെ കേക്ക് കണക്കിന് ലൈക്കുകളൊക്കെ കിട്ടുന്ന ഒരു സമയമായി. എനിക്ക് തോന്നുന്നു മലയാളം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് റീച്ച് ഉണ്ടായിരുന്നു എനിക്കായിരുന്നു. ഒരു ഞാനൊരു പോസ്റ്റ് എഴുതി കഴിഞ്ഞ് 20,000 25,000 ഒക്കെ ലൈക്ക് കിട്ടിയിരുന്ന സമയമൊക്കെ ഉണ്ട്. MT വാസുദേവൻ നായരുടെ മറ്റേ ആ ഒരു സമയത്തൊക്കെ നല്ല പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതെ, അവസാന ഘട്ടത്തിലൊക്കെ എനിക്ക് ആക്സിഡന്റ് പറ്റുന്നതിന് മുൻപൊക്കെ അങ്ങനെ ധാരാളം വായിക്കപ്പെടുമായിരുന്നു. ആൾക്കാർ വളരെ ലോയൽ ആയിട്ടുള്ളൊരു റീഡർ ബേസ് എനിക്കുണ്ടായിരുന്നു. അതായത് അവരുടെ ടൈം ലൈനിൽ എൻ്റെ പോസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും 2-3 ദിവസം കൂടെ എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ട് പോസ്റ്റ് വായിക്കുക, എന്താ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ വായിക്കുക, അല്ലെങ്കിൽ എഴുതണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ വിഷയത്തിനെ പറ്റി എഴുതണം, ഇപ്പോൾ 2 ദിവസമായിട്ടൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആ ഒരു കാലത്ത് ഇടയ്ക്ക് ഈ വലിയ നീളമുള്ള പോസ്റ്റുകൾ ഈ അൽഗരിതത്തിൽ നിന്ന് മാറ്റുന്ന ആ ഒരു ഫേസ്ബുക്കിലുണ്ട്. അത് പക്ഷേ താങ്കളൊക്കെ എഴുത്ത് നിർത്തി, ഇപ്പോൾ എഴുത്തൊക്കെ കുറഞ്ഞു, പക്ഷേ ഇപ്പോൾ വീണ്ടും വലിയ പോസ്റ്റുകൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി ആ ഒരു സാഹചര്യമായി. ഞാൻ പിന്നെ ഈ 2022 ശേഷം ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടേ ഇല്ല. അതെ, ആക്സിഡന്റിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ആക്സിഡന്റിന് ശേഷം ആ റിക്കവറിക്ക് ശേഷം 2-3 തവണയൊക്കെ വീണ്ടും അത് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നത് പരീക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എഴുതിയെന്നല്ലാതെ പിന്നീട് സംഘടനാ ചുമതല വന്നതിന് ശേഷം, പ്രത്യേകിച്ച് BJPയുടെ ഇന്റലക്ച്വൽ സെല്ലിൻ്റെ സ്റ്റേറ്റ് കൺവീനർ എന്നുള്ള ചുമതല വന്നതിന് ശേഷം എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. എൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ അറിയില്ല. ഞാൻ ധാരാളം നീട്ടി വലിച്ച് എഴുതുന്ന ആളാണ്, എൻ്റെ എല്ലാ ആസ്പെക്റ്റും സ്പർശിച്ച് എഴുതുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ധാരാളം സമയം ആവശ്യമാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതണമെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട വായനയും അതുമായി ബന്ധപ്പെട്ട എഴുത്തിനുമൊക്കെ ആയിട്ട് 2-3 ദിവസം നമ്മളതിന് വേണ്ടി നീക്കി വയ്ക്കും. അതുകൊണ്ട് ഞാൻ വളരെ എന്താ പറയുക, സെലക്റ്റീവായി മാത്രമേ പോസ്റ്റ് എഴുതാറുള്ളൂ. ഞാൻ എല്ലാ വിഷയത്തിലും പോസ്റ്റ് എഴുതാറില്ല. ഞാനൊരാഴ്ചയിൽ 2 പോസ്റ്റൊക്കെ ആയിരിക്കും എഴുതുക, 2-3 ദിവസത്തെ വ്യത്യാസത്തിലായിരിക്കും എഴുതുക. പക്ഷെ അത് നന്നായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ ഫേസ്ബുക്കിലുള്ള എഴുത്തുകൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ട ആളാണ് ഞാൻ. അല്ലാണ്ട് എനിക്ക് യാതൊരു രാഷ്ട്രീയ പിന്തുണയോ അല്ലെങ്കിൽ ഒരു പശ്ചാത്തലമോ ഒന്നുമില്ല. ഞാൻ ഏതെങ്കിലും സംഘടനാ ചുമതലയിലൊന്നും ഇരുന്നിട്ടില്ല. ലോ കോളേജിൽ പഠിക്കുമ്പോൾ ABP പ്രവർത്തിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ABPയുടെ ഒരു ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലോ ഒന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. കുറേ കാലം ഞാൻ നാട്ടിലേ ഉണ്ടായിരുന്നില്ല. ഞാനൊരു 3 വർഷത്തോളം ഡൽഹിയിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് ഏതെങ്കിലും സംഘടനയായിട്ട് ബന്ധമോ സംഘടനകളിൽ അംഗത്വം ഒന്നുമില്ല. ഞാൻ ഈ ചാനൽ ചർച്ചകളിൽ വരാൻ തുടങ്ങിയതും അല്ലെങ്കിൽ പൊതുയോഗങ്ങളിലേക്ക് വരുന്നതും ഒക്കെ ഫേസ്ബുക്കിലുള്ള പോസ്റ്റുകൾ ആളുകൾ വായിച്ചിട്ട് അങ്ങനെ ഒരു റെക്കഗ്നിഷൻ കിട്ടിയതുകൊണ്ടാണ്. പക്ഷേ ഈ ചുമതല വന്നതിന് ശേഷം അതിനുള്ള സമയമില്ല. സത്യം പറഞ്ഞാൽ ധാരാളം യാത്ര ചെയ്യേണ്ടി വരാറുണ്ട്. എല്ലാ ദിവസവും എവിടെയെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാവും. അപ്പോൾ പാർട്ടി പരിപാടികളാണെങ്കിലും പൊതുപരിപാടികളാണെങ്കിലും പിന്നെ ഈ ചാനൽ ചർച്ചകളാണെങ്കിലും അതുകൊണ്ട് വളരെ എന്താ പറയുക, വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഷെഡ്യൂളാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പഴയ പോലെ ഓരോ വിഷയത്തിലും എന്താ പറയുക ദീർഘമായിട്ട് വായിക്കാനും അതിനെപ്പറ്റി ഒരു പോസ്റ്റ് തയ്യാറാക്കാനും ഒന്നും സാധിക്കാറില്ല. പോസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ മിനിമം ഒരു ദിവസം 1-2 ദിവസമൊക്കെ വേണ്ടി. വേറെ പ്രശ്നം വെച്ചാൽ നമ്മളിടുന്ന ഒരു പോസ്റ്റിനകത്ത് ഒരു മിസ്റ്റേക്കുകളോ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുമ്പോൾ അതൊരു പ്രശ്നമാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു ഉത്തരവാദിത്വം കൂടെ ഉള്ളപ്പോൾ ബാധിക്കുന്നത് താങ്കളെ മാത്രമായിരിക്കില്ലല്ലോ. അതെ. പിന്നെ എനിക്ക് തോന്നി അന്നത്തെ എൻ്റെ ഒരു അവസ്ഥ, എനിക്ക് ആളുകളോട് സംസാരിക്കാൻ ഒരു മീഡിയ വന്നത് ഫേസ്ബുക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു വിഷയത്തിൽ പ്രതികരിക്കണമെങ്കിൽ, എനിക്ക് ആളുകൾ ഒരു കാഴ്ചപ്പാട് പങ്കുവയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ നിലനിൽക്കുന്നൊരു കാഴ്ചപ്പാട് മാറ്റണമെങ്കിൽ എനിക്ക് ഉപയോഗിക്കാവുന്ന ഒരേ ഒരു ഉപാധി അന്ന് സോഷ്യൽ മീഡിയ ആയിരുന്നു, ഫേസ്ബുക്ക് ആയിരുന്നു. ഇന്ന് എനിക്ക് അതിനേക്കാൾ മെച്ചപ്പെട്ട ധാരാളം ഉപാധികളുണ്ട്. എനിക്ക് ഫേസ്ബുക്കിലൂടെ തന്നെ പോസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. എനിക്ക് ആളുകളോട് നേരിട്ട് സംസാരിക്കാനുള്ള ഉപാധികളുണ്ട്. പ്രത്യേകിച്ചും പൊതുയോഗങ്ങളിലും അതേപോലെ തന്നെ പൊതുപരിപാടികളിലുമൊക്കെ ആളുകളോട് നേരിട്ട് സംസാരിക്കാൻ, ചാനൽ ചർച്ചകളിലൂടെ വലിയൊരു മാസിനെ അഡ്രസ്സ് ചെയ്യാനൊക്കെ സാധിക്കുന്നത് കൊണ്ട് അതൊരു വലിയ ഡാമേജ് ആയിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. പഴയ പോലത്തെ ഒരു മൈൻഡ് സെറ്റും ഇല്ല. പണ്ടത്തെ പോലെ എഴുതണം എന്നുള്ളൊരു ഉത്കടമായിട്ടുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അതിപ്പോൾ ഉണ്ടാവാറില്ല പല വിഷയങ്ങളിലും. ഈ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ ചുമതലയിരിക്കുമ്പോൾ വളരെ വലിയ ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടി വരാറുണ്ട്. പൊതുവേ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്തുകൂടെ, ഇത് ചെയ്തുകൂടെ, അല്ലെങ്കിൽ കേരളത്തിൽ BJP ഇങ്ങനെയാണ് പ്രത്യേകിച്ചും. അപ്പോൾ പലതിനും ഉത്തരം പറയേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. എങ്ങനെ കാണുന്നു? അല്ല, അത് സ്വാഭാവികമായിട്ടും എന്താണ്, എവരി റെസ്പോൺസിബിലിറ്റി കംസ് വിത്ത് എ പ്രൈസ്. അത് എല്ലാത്തിനും ഇതൊന്നും ഒരു അധികാരമല്ലല്ലോ. ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പദവിയായിട്ടോ ഒരു സ്ഥാനമായിട്ടോ ഒരു അധികാരമായിട്ടല്ല, ഇതൊരു ഉത്തരവാദിത്തമായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഒരു ദൈക്ഷണിക അന്തരീക്ഷം പൊതുവിൽ BJPക്ക് എതിരാണ്. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് എതിരായിട്ടാണ് കേരളത്തിൻ്റെ ഒരു ബൗദ്ധിക അന്തരീക്ഷം പൊതുവിൽ പ്രവർത്തിക്കുന്നത്. കാരണം ആ ബൗദ്ധിക അന്തരീക്ഷത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള ഇടതുപക്ഷ അനുഭാവമുള്ള ആളുകളും സംഘപരിവാർ BJP ദേശീയ ആശയങ്ങളോട് എതിർപ്പുള്ള ആളുകളുമാണ്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുള്ളൊരു എക്കോസിസ്റ്റമാണിത്. ആ ഒരു എക്കോസിസ്റ്റത്തിൽ BJPയുടെ ഇൻ്റലക്ച്വൽ സെല്ല് പോലത്തെ ഒരു സംവിധാനത്തിന് പ്രവർത്തിക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ഒരു പല ആളുകളുമായിട്ടും സമ്പർക്കം നടത്താനോ അല്ലെങ്കിൽ ഇവരുടെ വേദികളിൽ ചെല്ലാനോ നമ്മുടെ വേദികളിലേക്ക് ഇവരെ കൊണ്ടുവരാനോ ഒക്കെ പല പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഈ പരിമിതികൾക്കെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ടും കഴിഞ്ഞ 1-2 വർഷത്തിനിടയിൽ കേരളത്തിലെ BJPയുടെ ഇൻ്റലക്ച്വൽ സെൽ സംഘടനാപരമായി വളരെ മികച്ചൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ മാത്രമല്ല, ജില്ലാ തലങ്ങളിൽ, അതിന് താഴെ മണ്ഡലം തലങ്ങളിൽ, അതിന് താഴെ പഞ്ചായത്ത് തലങ്ങളിൽ വരെ സംവിധാനമുള്ള ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന
ഒരു ഒരു നമുക്കൊരു ഒരു എന്താ പറയുക ഒരു വിഷയത്തിൽ നമ്മുടെ ഒരു പ്രതികരണം താഴെ തലത്തിലേക്ക് വരെ ഗ്രാസ് റൂട്ടിലേക്ക് വരെയുള്ള ആളുകളിലേക്ക് എത്തിക്കാനൊക്കെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനമൊക്കെ രൂപീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പല വിഷയങ്ങളിലും. BJPയുടെ ഇൻ്റലക്ച്വൽ സെല്ല് പ്രവർത്തിക്കുന്ന പരസ്യമായിട്ടല്ലല്ലോ. നമ്മുടെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഫ്ലക്സ് വെച്ചിട്ടോ ബാനർ വെച്ചിട്ടോ പരിപാടി നടത്താൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാവർക്കും അത് ചെയ്യാം. ഇപ്പോൾ കർഷക മോർച്ച പരിപാടി നടത്തുമ്പോഴോ യുവമോർച്ച പരിപാടി നടത്തുമ്പോഴോ അവരുടെ പേരിലാണ് നടത്തുന്നത്. ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ ജോലി എന്ന് പറയുന്നത് വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ജോലിയാണ്. അത് കൊട്ടിഘോഷിക്കേണ്ട ജോലിയല്ല, അത് വളരെ രഹസ്യാത്മകത പുലർത്തുന്ന ഒരു ജോലിയാണ്. ഇപ്പോൾ എന്താ പറയുക, ഈ ഡൽഹി പോലീസിൻ്റെ പരസ്യത്തിൽ പറയുന്ന പോലെ പൊട്ടാത്ത ബോംബുകൾ ശബ്ദം ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞതുപോലെ അതുകൊണ്ട് അവരും ഒന്നും ചെയ്യുന്നില്ല എന്നല്ല അർത്ഥം. പോലീസ് പണിയെടുക്കുന്നതുകൊണ്ടാണ് ബോംബ് പൊട്ടാതിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന പല നരേറ്റീവുകളുടെ പിന്നിലും അല്ലെങ്കിൽ നമുക്കെതിരായി വരേണ്ടിയിരുന്ന പല നരേറ്റീവുകളും ഉണ്ടാവാതെ വന്നതിൻ്റെ പിന്നിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെ കൊട്ടിഘോഷിക്കാൻ കഴിയുന്നൊരു സാധനമല്ല. ഞങ്ങൾ ഇന്നതാണ് ചെയ്തത് എന്ന് നമുക്ക് പാർട്ടിയോടല്ലാതെ നമുക്ക് വേറെ ആരോടും അത് വിശദീകരിക്കാൻ സാധിക്കില്ല. അതൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതെ, ഈ BJPയെ സംബന്ധിച്ച് പൊതുവേ ഒരു ആരോപണങ്ങൾ ഉയരുന്നത് BJPക്കെതിരെയല്ല, BJP പ്രവർത്തകരും അനുഭാവികളും ഒപ്പം നേതാക്കളും കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ഈ മാധ്യമങ്ങൾ ഒരു സംഘപരിവാർ വിരുദ്ധത അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി, ആ ഒരു രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ട് പർപ്പസ്ഫുള്ളി പ്രവർത്തിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളിൽ ഭൂരിഭാഗം പേരും പഴയ SFI DYFI പ്രവർത്തകരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ മാധ്യമങ്ങൾക്ക് പൊതുവിലൊരു ഇടത് ആഭിമുഖ്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് അല്ലെങ്കിൽ 2024 പൊതു തെരഞ്ഞെടുപ്പോട് ചേർന്ന് വളരെ പ്രകടമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസ് പക്ഷപാതിത്വം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം ആശയത്തേക്കാൾ കൂടുതൽ ഇവരെ സ്വാധീനിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ആ രീതിയിലുള്ള ഫണ്ട് ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ 3 സ്ഥാനാർത്ഥികളെ പോർട്രേ ചെയ്തത് മാത്രം നോക്കിയാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ PR വർക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടത്തി കൊടുക്കുകയായിരുന്നു. അത് മനോരമയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും റിപ്പോർട്ടർ ചാനൽ പിന്നെ ഒരു ബാലൻസിങ് നിലപാടെടുക്കാനാണ് ശ്രമിച്ചത്. ബാക്കിയുള്ള 24 ന്യൂസ് ആണെങ്കിൽ ഇവരെല്ലാവരും, ഏഷ്യാനെറ്റ് പ്രത്യേകിച്ചും, ഏഷ്യാനെറ്റൊക്കെ വളരെ കൃത്യമായി തന്നെ ഒരു പക്ഷത്ത് നിന്നുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. BJPയെ ഡെമണൈസ് ചെയ്യുക, BJPയെ വളരെ മോശമായി കാണിക്കുക, BJPയുടെ ഉള്ളിൽ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കുക, ചെറിയ പ്രശ്നങ്ങളെ പോലും പർവ്വതീകരിച്ചുകൊണ്ട് ആളുകളുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കുന്ന പോലെ അത് വളരെ പെരുപ്പിച്ച് കാണിക്കുക, പ്രശ്നമില്ലാത്തടത്ത് സ്വന്തമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക. ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ബോധപൂർവം കോഴിക്കോട് പോയിട്ട് K. സുരേന്ദ്രനും രഘുനാഥും രാജിവെക്കണമെന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകർ തന്നെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഇവർ തന്നെ ഇത് വീഡിയോ എടുത്തിട്ട് ഇവർ തന്നെ വാർത്ത കൊടുക്കുക. ഇവർ പോയിട്ട് മറ്റേ ഏഷ്യാനെറ്റിൻ്റെ ആണെങ്കിലും മാതൃഭൂമിയുടെ ആണെങ്കിലും ഒക്കെ റിപ്പോർട്ടർമാർ നഗരസഭാ കൗൺസിലർമാരെ പോയി കണ്ട് കള്ളത്തരം പറഞ്ഞിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവരിൽ നിന്ന് ഉത്തരങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുക. ഇപ്പോൾ മുനിസിപ്പൽ ചെയർമാനോട് ഇവർ പോയി ചോദിച്ചാൽ എന്താ, തോൽവിയുടെ ഉത്തരവാദിത്വം ചെയർമാനും 18 കൗൺസിലർമാർക്കുമാണെന്ന് പറഞ്ഞുകൊണ്ട് BJP സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ആ സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടേ ഇല്ല. അങ്ങനെ ഒരു വ്യാജമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് ഒരു പ്രതികരണം ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ദേഷ്യം വരും. അവർ നന്നായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ അവരും 18 കൗൺസിലർമാരുമാണ് തോൽവിക്ക് ഉത്തരവാദി എന്ന് സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരത് അന്വേഷിക്കണമായിരുന്നു. അത് മാത്രമല്ല, ഈ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ട് തോറ്റ് നിൽക്കുന്ന ഒരു സമയത്തുമാണ് ഈ ചോദ്യം വരുന്നത്. അതെ. അപ്പം എന്താ വെച്ചാൽ അത് ചോദിക്കണമായിരുന്നു ശരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഞാനാണെങ്കിൽ അങ്ങനെ ഉണ്ടോ, ഞാനത് പരിശോധിക്കട്ടെ എന്ന് പറയുമായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് ആളുകൾ വൈകാരികാവേശത്തിൽ പലപ്പോഴും പ്രതികരിച്ച് പോകും. ആ പ്രതികരണം എടുത്തുകൊണ്ട് വാർത്തയാക്കുക BJPയിൽ പൊട്ടിത്തെറി. ആ പ്രതികരണം എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുപോകാണ്. അതെ BJPയിൽ പൊട്ടിത്തെറി. എന്നിട്ട് അതുമായിട്ട് K. സുരേന്ദ്രൻ്റെ അടുത്ത് പോകുന്നു. ഇതാ എന്താണ് സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പിഴവാണ് പരാജയത്തിൻ്റെ കാരണമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞല്ലോ, അതിനെപ്പറ്റി എന്താ പറയുക? ഇത് എന്ത് തരത്തിലുള്ള മാധ്യമപ്രവർത്തനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് അവിടെ പറഞ്ഞത് ഇവിടെ പറയുക, ഇവിടെ പറഞ്ഞത് അവിടെ പറയുക. വ്യാജമായിട്ട് വാർത്തകൾ ഇവർ സൃഷ്ടിച്ചെടുക്കുകയാണ്, കൾട്ടിവേറ്റ് ചെയ്യുകയാണ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടുള്ളൊരു നിക്ഷിപ്ത താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. അതല്ലാതെ വെറും TRPക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല, ഇത് വ്യൂവർഷിപ്പിന് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. ഇത് BJPയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് BJP അനുഭാവികളുടെ മനസ്സിലൊരു നിരാശ ഉണ്ടാക്കുക എന്നുള്ളതാണ്. BJP കേഡർമാരെ ഡിമോറലൈസ് ചെയ്യുക. BJPക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, എന്തായാലും BJP ജയിക്കാൻ പോകുന്നില്ല, അവിടെ ഭയങ്കര തമ്മിത്തല്ലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് നിരാശ വരും. കാരണം എന്താ വെച്ചാൽ BJP അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നൊരു സമയമായിരുന്നു ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെയുള്ള അന്തരീക്ഷം. 2024 തെരഞ്ഞെടുപ്പിൽ 38 ലക്ഷം വോട്ടാണ് BJPക്ക് കിട്ടിയത്.
NDA എന്ന് പറയുന്ന മുന്നണിക്ക് 38 ലക്ഷം വോട്ടാണ് കിട്ടിയത്. കേരളത്തിൻ്റെ മൊത്തം വോട്ട് ഷെയറിന് 20%. അതായത് നമ്മൾ കാണുന്ന 5 ആളിൽ ഒരാൾ BJP കാരനാണ് എന്ന് പറയാവുന്ന അന്തരീക്ഷം കേരളത്തിലുണ്ടായി. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ നമ്മൾ 1-ാം സ്ഥാനത്ത് വന്നു, 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്ത് വന്നു, ഒരു സ്ഥലത്ത് നമ്മൾ ജയിച്ചു, ഒരു MP ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഉണ്ടായി. ഇത്രയും നല്ല ഒരു യൂഫോറിയയിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ, അത് അങ്ങനെ തന്നെ നിലനിന്ന് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ ടോർപിഡോ ചെയ്യാം. ഈ ഒരു ആവേശത്തെ അതിൻ്റെ റൂട്ടിൽ തന്നെ തകർക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ബോധപൂർവ്വം നടത്തിയിട്ടുള്ള കൊട്ടേഷൻ പണിയാണിത്. ആ കൊട്ടേഷൻ പണിക്ക് പിന്നിൽ കൃത്യമായിട്ടുള്ള ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതല്ലാണ്ട് ഇവരുടെ ആശയപരമായിട്ടുള്ള ഒരു ആഭിമുഖ്യം കൊണ്ട് മാത്രം ചെയ്യുന്നതല്ല. BJP മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് വളരെ കൃത്യമായിട്ടുള്ള ഒരു അനുഭവം പുലർത്തിക്കൊണ്ട് CPM സ്ഥാനാർത്ഥികൾക്കും വലിയൊരു ഫേവർ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ല. ചേലക്കരയിലായിരിക്കും ഒരു പക്ഷേ കുറച്ചും കൂടി ഒരു അനുഭവത്തോട് കൂടിയിട്ട് അവർ റിപ്പോർട്ട് ചെയ്തത്. വയനാട്ടിൽ സത്യൻ മൊകേരി എന്നൊരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അവിടെ പ്രിയങ്ക ഗാന്ധി മാത്രമാണ് ചിത്രത്തിൽ എന്നുള്ള പോലെയാണ്. നവ്യ ഹരിദാസ് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള മികവുകൊണ്ട് ഇവരെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവർ ആളുകളുടെ മുമ്പിൽ വന്നു. നവ്യ ഹരിദാസ് നല്ലൊരു കാൻഡിഡേറ്റ് ആയതുകൊണ്ടും അവർക്ക് ആളുകളോട് നന്നായി സംസാരിക്കാൻ അറിയുന്നതുകൊണ്ടും മീഡിയനെ നന്നായി ഹാൻഡിൽ ചെയ്യാനുള്ള കാലിബർ അവർക്കുള്ളതുകൊണ്ടും അവരുടെ വ്യക്തിത്വം കൊണ്ട് അവർ മുന്നോട്ട് വന്നു. അല്ലാണ്ട് മാധ്യമങ്ങളൊരു സഹായം അക്കാര്യത്തിൽ ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ വയനാട്ടിലൊരു കോൺട്രാസ്റ്റ് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരാളാണ്, വ്യക്തിഗതമായിട്ടുള്ള എന്തെങ്കിലും ഒരു മികവുകൊണ്ടല്ല. പ്രിയങ്ക ഗാന്ധിക്ക് സംഘടനാപരമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തപ്പോൾ പ്രിയങ്ക ഗാന്ധി എന്താ ചെയ്തിട്ടുള്ളത്? പ്രിയങ്ക ഗാന്ധി പൊളിറ്റിക്സിലേക്ക് വരുന്ന ആദ്യം ഉത്തർപ്രദേശിൻ്റെ വെസ്റ്റേൺ മേഖലയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടാണ്. ആ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? 80 സീറ്റിൽ 72 സീറ്റിലും BJP ജയിക്കുകയും ചെയ്ത് ഉത്തർപ്രദേശിൽ. അതിനുശേഷം ഇവർ എന്താ പറയുക, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇവർക്ക് ഈ പറയുന്ന ഉത്തർപ്രദേശിൻ്റെ മുഴുവൻ ചാർജ് കൊടുത്തു. ഉത്തർപ്രദേശിൻ്റെ ചാർജുള്ള സെക്രട്ടറി ആയിട്ട് ഇവരെ മാറ്റി. ആ വട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അവിടെ വന്നത്. കോൺഗ്രസ് 2 സീറ്റിലേക്കാണ് ചുരുങ്ങി. അതായത് 404 സീറ്റുണ്ട് ഉത്തർപ്രദേശിലെ നിയമസഭ, അതിൽ 2 സീറ്റാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വരുന്നത് എന്താ? രാഹുൽ ഗാന്ധി മത്സരിച്ച് രാഹുൽ ഗാന്ധിക്ക് മറ്റൊരു സ്ഥലത്ത് ജയിക്കാൻ സാധിച്ചപ്പോൾ അയാൾ രാജിവെക്കുന്ന ഒഴിവിൽ ഒരു കുടുംബത്തിൻ്റെ പ്രതിനിധിയായിട്ട്, നെപ്പോട്ടിക് കിഡ് എന്നൊക്കെ പറയില്ലേ, ആ നെപ്പോട്ടിസത്തിൻ്റെ ഒരു വക്താവായിട്ട് ഡൈനാസ്റ്റി പൊളിറ്റിക്സിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള രൂപമായിട്ട് വരികയാണ്. മറ്റാൾ എന്താണ്? മറ്റാൾ കുടുംബത്തിൽ ആരെങ്കിലും BJPയുടെ ഏതെങ്കിലും ഔദ്യോഗിക ചുമതലയിൽ ഇടുന്നതിൻ്റെ ഫലത്തിലൊന്നുമല്ല, സ്വന്തമായിട്ട് ഫൈറ്റ് ചെയ്ത് സ്വന്തം കഴിവുകൊണ്ട് അവിടെ നിന്ന് വാർഡ് തലത്തിൽ നിന്ന് ആദ്യം കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു, അവിടെ കൂടുതൽ വോട്ട് ഉണ്ടാക്കുന്നു, അങ്ങനെ സ്വന്തം കഴിവുകൊണ്ട് ഉയർന്നു വരുന്ന ഒരാൾ. ഇങ്ങനെ 2 പേര് തമ്മിൽ മത്സരിക്കുമ്പോൾ ഒരാളെ കാണിക്കാതിരിക്കുകയും മറ്റാൾ ജയിച്ചു കഴിഞ്ഞു എന്നുള്ള മട്ടിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങളുടെ അജണ്ടയൊക്കെ വളരെ ക്ലിയറാണ്. പാലക്കാടിൻ്റെ കാര്യത്തിലാണെങ്കിൽ പാലക്കാട് ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ PR വർക്കാണ് ഇവരെല്ലാവരും ചെയ്തിരുന്നത്. അവിടെ ശരിക്കും കൃഷ്ണകുമാറിനെതിരെ വാർത്തകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഗുണവും കിട്ടിയിട്ടും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഇനി അത് 2026 ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കോൺഗ്രസ് ആ രീതിയിൽ തന്നെ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി തുടരുന്നുണ്ട്. 2026 അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ പിന്തുണ അവർക്ക് അത്യാവശ്യമാണ്. അപ്പോൾ മാധ്യമങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ BJPനെ ഇവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അങ്ങനെ മാധ്യമങ്ങൾ പറയുന്നത്ര വലിയ പ്രശ്നങ്ങളൊന്നും കേരളത്തിലെ BJPയിൽ ഇല്ല. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമാണ്. ഇപ്പോൾ അടുത്തൊരു 2 വർഷത്തിനകം 2026 നിയമസഭ വരുന്നുണ്ട്, 2025 പഞ്ചായത്ത് കോർപ്പറേഷൻ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഈ മാധ്യമങ്ങളുടെ ഈ ഒരു സത്യസന്ധതയില്ലായ്മയെ അല്ലെങ്കിൽ BJPക്കെതിരെ നിൽക്കുന്നു എന്ന് പറയുന്ന ഇതിനെ എങ്ങനെ നേരിടും? നമുക്ക് BJP ഈ മാധ്യമങ്ങൾ മാത്രമാണ് ജനങ്ങളോട് സംസാരിക്കാനുള്ള രാഷ്ട്രീയക്കാരൻ്റെ ഏക ഉപാധി എന്നുള്ള കാഴ്ചപ്പാടിനെ തിരുത്തി മറിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ് BJP. ഇത്രയും 2014 നരേന്ദ്രമോദി, അതായത് ഒരു 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഒരു മനുഷ്യനെ രാക്ഷസനായിട്ട് അവതരിപ്പിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ തലകുത്തി നിന്നിട്ടും നരേന്ദ്രമോദിയെ പറ്റി പറയാത്ത എന്ത് കാര്യമാണ്? 2002 ഗുജറാത്ത് റൈറ്റ്സിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ആളുകളെ ചുട്ടു തിന്നുന്നൊരു ഭീകരവാദിയായിട്ടും ഒരു രാക്ഷസനായിട്ടും നരാധമ റൗഡി എന്നൊക്കെയുള്ള മട്ടിലൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഹെയ്റ്റ് ക്യാമ്പയിൻ നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടാക്കി വന്നിട്ടും ഈ മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് മനസ്സിലാക്കാനും നരേന്ദ്രമോദിക്കും BJPക്കും ഒപ്പം നിൽക്കാനും ജനങ്ങൾ തയ്യാറായി.
നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പണ്ടൊക്കെ എങ്ങനെയാണ് മീഡിയനെ നമ്മുടെ പ്രൈം മിനിസ്റ്റർമാർ കൈകാര്യം ചെയ്തിരുന്നത്? ഇവർ ഈ വിദേശ യാത്രയ്ക്ക് പോകുമ്പോൾ ഇവരുടെ പ്രൈവറ്റ് ജെറ്റിൽ മാധ്യമങ്ങൾക്കും അവരുടെ അകമ്പടി സംഘമായിട്ട് കൂടെ പോകാൻ സാധിക്കുമായിരുന്നു. എല്ലാ റോയൽ വിസിറ്റുകളിലും മാധ്യമ പട തന്നെ കൂടെ ഉണ്ടാവും. ഇവർക്ക് എല്ലാ അധികാരത്തിൻ്റെ ഏത് ഇടനാഴിയിലും നുഴഞ്ഞു കയറാനും ഏത് വിവരങ്ങൾ അന്വേഷിക്കാനും ഏത് ഫയലുകളും ഏത് രഹസ്യരേഖകളും കോപ്പി എടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഒഫീഷ്യൽ കൺവോയിൽ ഒരു മാധ്യമം പോലും കൂടെ പോകുന്നില്ല. മാധ്യമങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ഈ പറയുന്ന സൗത്ത് സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ 7 റേസ് കോഴ്സിലോ പണ്ടുണ്ടായിരുന്ന പോലത്തെ ഒരു ആക്സസ് ഇന്നില്ല. അതിൻ്റെ രോഷവും അതിൻ്റെ വേദനയാണ് ഇവർ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോഴും ഒരു വാർത്ത പോലും ഇതുവരെയായിട്ടും ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പോലും ഇവർക്ക് ഒരു ദിവസം മുന്നേ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതായത് സീറോ ലീക്കേജ് എന്ന് പറയുന്ന ഒരു നയം കൃത്യമായി നടപ്പാക്കി. എന്താ പറയുക, യോഗി ആദിത്യനാഥാണ് UP-യിലെ മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കുന്നവരെ ഇവർക്ക് മനസ്സിലായില്ല. നോട്ട് നിരോധനം നടപ്പാക്കാൻ പോകുന്ന കാര്യം ആ പ്രഖ്യാപനം 8 മണിക്ക് വരുന്നത് വരെ ഒരു മാധ്യമത്തിന് പോലും ചോർന്ന് കിട്ടിയിട്ടില്ല. രാഷ്ട്രപതി ആരാണ്, ഉപരാഷ്ട്രപതി ആരാണ്, ഇതെല്ലാം പ്രഖ്യാപനം നടക്കുമ്പോൾ മാത്രമേ മാധ്യമങ്ങൾ അറിയുന്നുള്ളൂ. അപ്പോൾ മാധ്യമങ്ങളില്ലാതെ തന്നെ ജനങ്ങളോട് സംസാരിക്കാൻ റേഡിയോയിലൂടെ പ്രധാനമന്ത്രി ജനങ്ങളോട് സംസാരിക്കുന്നു. മൻ കി ബാത്ത് എന്ന് പറയുന്ന പ്രതിമാസം ജനങ്ങളോട് നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്ന പരിപാടി, അതിന് റെക്കോർഡ് വ്യൂവർഷിപ്പാണുള്ളത്. റേഡിയോയുടെ കാലം കഴിഞ്ഞ് ആളുകൾ ടെലിവിഷനിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ സമയത്തും ഇപ്പോഴും ഗ്രാമാന്തരങ്ങളിൽ ആളുകൾ റേഡിയോയിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 100 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു മൻ കി ബാത്ത്. അപ്പോൾ അങ്ങനെ മാധ്യമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടും ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ കുറേ കാലമായി BJPയെ തകർക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കേരളത്തിലെ BJPക്ക് ഗ്രോത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 2006 5% വോട്ടുണ്ടായിരുന്ന പാർട്ടി 2011 ആയപ്പോഴേക്കും 8% വോട്ടുണ്ടായിരുന്ന പാർട്ടി 2016 ആയപ്പോഴേക്കും 14% വോട്ടിലേക്ക് വന്നു. 2024 ആയപ്പോഴേക്കും നമ്മൾ 19.5% വോട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ നിരന്തരമായിട്ടുള്ള BJP വിരുദ്ധ ക്യാമ്പയിന് ശേഷവും കൂടുതൽ ആളുകൾ ഓരോ ദിവസവും BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ മാധ്യമങ്ങൾ അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കട്ടെ. അവരേതെങ്കിലും കാലത്ത് നമ്മളോട് അനുഭവമോ നമ്മളോട് എന്തെങ്കിലും ഒരു മൃദു സമീപനമോ പുലർത്തുമെന്നുള്ള യാതൊരു ധാരണയും നമുക്കില്ല. പക്ഷെ അതേസമയം ദേശീയവാദ പക്ഷത്ത് നിൽക്കുന്ന പുതിയ മാധ്യമങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. കാരണം ആ പക്ഷം കേൾക്കാനും ആളുകളുണ്ട്. കൃത്യമായി ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന, ദേശീയവാദ പക്ഷത്ത് നിൽക്കുന്ന, സംഘപരിവാർ പക്ഷത്ത് നിൽക്കുന്ന എത്രയോ മാധ്യമങ്ങൾ, ഇപ്പോൾ സാറ്റലൈറ്റ് മീഡിയ മാത്രമല്ല ഓൺലൈൻ മീഡിയ ആയിട്ടും എത്രയോ മീഡിയ ഉണ്ട്. അവരെയൊക്കെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സമാന്തരമായിട്ടുള്ള മാധ്യമങ്ങളെ കൂടി ആശ്രയിച്ചുകൊണ്ട് ജനങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യാനുള്ള ഉപാധികളും വേദികളും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളോട് പറയാനുള്ള കാര്യം BJP ജനങ്ങളോട് പറയും. അവരുടെ പിന്തുണയോട് കൂടിയിട്ട് ഇനിയും വളരുകയും ചെയ്യും. ഈ കേരളത്തിന് ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കേരളത്തെ മാറ്റി നിർത്തുന്നു, കേരളം രാജ്യത്തിൻ്റെ ഭാഗമല്ല എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം സംഘപരിവാർ അല്ലെങ്കിൽ BJP നടത്തുന്നു എന്നാണ് ഒരാക്ഷേപം. അതായത് അത് വെച്ചിട്ടാണ് കേരളത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള. അപ്പോൾ വയനാടുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പല കാര്യങ്ങളും മാറ്റിവെച്ച് അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ട് ആണ് ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? 100% അവാസ്തവമായിട്ടുള്ളൊരു ആരോപണമാണിത്. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. ഈ GDP കോമ്പൻസേഷൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അലോട്ട്മെൻറ്റുകളുടെ കാര്യം നോക്കിയാലും പദ്ധതികളുടെ പോളിസികളുടെ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം നോക്കിയാലും ഒക്കെ നരേന്ദ്രമോദി സർക്കാർ കേരളത്തെ പരിഗണിച്ചതുപോലെ ഒരു സർക്കാരും ചരിത്രത്തിൽ കേരളത്തെ പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഏറ്റവും അവസാനം പറഞ്ഞ ഉദാഹരണം മാത്രം എടുക്കാം. വയനാടിൻ്റെ കാര്യത്തിൽ കേരളത്തിന് ഒന്നും തന്നില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ വാദം ഹൈക്കോടതിയിൽ തന്നെ പൊളിഞ്ഞു പോയിട്ടുള്ളതാണ്. കേരള സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ കൊടുക്കേണ്ട സത്യവാങ്മൂലത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. വയനാട് ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ധനസഹായം അനുവദിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റൂൾസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിലെന്താണ് ചെയ്യുക? ആദ്യഘട്ടത്തിലുള്ള എല്ലാ ദുരിതാശ്വാസങ്ങളും ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ നിന്നാണ്, SDRF-ൽ നിന്നാണ്. ഈ സംസ്ഥാന ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന സംഭവം അത് സംസ്ഥാനത്തിൻ്റെ ഫണ്ടല്ല. അത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ 75%, സംസ്ഥാന സർക്കാർ 25% വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഫണ്ടാണ്. അതിലേക്കുള്ള സെൻട്രലിൻ്റെ കോൺട്രിബ്യൂഷൻ ഓരോ വർഷവും തുടക്കത്തിൽ തന്നെ അലോട്ട് ചെയ്യും. അപ്പോൾ ഈ വർഷത്തെ 2024-2025 കാലഘട്ടത്തിലേക്കുള്ള സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്കുള്ള സെൻട്രൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 291 കോടിയാണ്. മൊത്തം 388 കോടി സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലുണ്ട്. അതിൽ 291 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തതാണ്. 96 കോടി രൂപയാണ് സംസ്ഥാനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ.
അതിൽ തന്നെ ഈ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് ഈ വയനാട് ദുരിതം ഉണ്ടായ സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഈ പണം മുഴുവനായിട്ട് കൊടുത്തു കഴിഞ്ഞു. അതായത് 145 കോടി രൂപ ജൂലൈ 31-ാം തീയതിയും അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് 145 കോടി രൂപ നവംബർ 1-ാം തീയതിയുമായിട്ട് 2 തവണയായിട്ട് കേന്ദ്ര സർക്കാർ ഈ പണം കൊടുത്തു. അത് മാത്രമല്ല, നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റിൽ ഏതാണ്ട് 388 കോടി രൂപ സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 291 കോടി, 96 കോടി, 388 കോടി എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 800 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ SDRF ഫണ്ടിൽ അൺയൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഈ തുക മുഴുവനായിട്ട് വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാർ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും NDRF നിന്ന് പണം റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഈ വയനാട് ദുരിതത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ആഹ്വാനത്തെ തുടർന്ന് CMDRF ഏതാണ്ട് 506 കോടി രൂപ വയനാട്ടിലേക്ക് മാത്രമായിട്ട് കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 1300 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ കയ്യിലിരുന്നിട്ടാണ് ആ പണം ചെലവാക്കാതെയാണ് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടില്ല എന്ന് ഇവർ പറയുന്നത്. കേന്ദ്രം 2 തവണയായിട്ട് വയനാട് ദുരന്തത്തിന് ശേഷം മാത്രം 291 കോടി രൂപ കൊടുത്തു എന്നുള്ള കാര്യം ഇവർ പറയുന്നില്ല. പിന്നീടുള്ള എക്സ്ട്രാ അസിസ്റ്റൻസ് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റൂൾസ് പ്രകാരം തന്നെ സംസ്ഥാനം വിശദമായിട്ടുള്ള പഠനം നടത്തിയിട്ട് PDNA ഫയൽ ചെയ്യണം. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്ന ദുരിതങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, അതിന് ഇന്ന പരിഹാരങ്ങളാണ് ആവശ്യമാണെന്നുള്ള ഡീറ്റെയിൽഡ് മെമ്മറാണ്ടം സമർപ്പിക്കണം. അതിൽ പൈസ ആവശ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്, പ്രോജക്റ്റുകൾ സമർപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ വയനാട് നമുക്ക് ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഇത്ര വീടുകൾ നിർമ്മിക്കണം, അല്ലെങ്കിൽ വയനാട് ഒരു ടൗൺഷിപ്പ് നഷ്ടപ്പെട്ടു പോയത് വീണ്ടും പുനർനിർമ്മിക്കാൻ ഇങ്ങനത്തെ ഒരു പദ്ധതി, വയനാട് ഇറിഗേഷന് വേണ്ടിയിട്ട് ഒരു ഇറിഗേഷൻ പദ്ധതി, വയനാട് പാലങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു കണക്ടിവിറ്റി പദ്ധതി, വയനാട് ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്ലാനും പദ്ധതി, ഇങ്ങനെ പദ്ധതികൾ സമർപ്പിച്ചാൽ അതിനടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന് ഫണ്ട് റിലീസ് ചെയ്യാൻ സാധിക്കുക. അത് കൊടുക്കണമെന്നും ഡീറ്റെയിൽഡ് PDNA തരണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. സംസ്ഥാനം ഇത് കൊടുത്ത എപ്പോഴാണെന്നറിയോ? നവംബർ 13-ാം തീയതിയാണ്. അതായത് വയനാട്ടിലും ചേലക്കരയിലും തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമാണ് ഇവരിത് കൊടുത്തത്. ഇത് കൊടുക്കാതെയാണ് ഇവർ ഇത്രയും ദിവസം വയനാട് തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര സർക്കാർ പൈസ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് 100% വ്യാജ പ്രചരണമാണ്. ഈ PDNA ഫയൽ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2000 കോടി രൂപയുടെ PDNA ആണ് അപ്പോൾ സംസ്ഥാനം കൊടുത്തിട്ടുള്ളത്. അത് പരിശോധിച്ചിട്ട് വയനാട്ടിലേക്ക് ആവശ്യമാവുന്ന ഫണ്ട് കേന്ദ്ര സർക്കാർ തരുകയും ചെയ്യും. നരേന്ദ്രമോദി നേരിട്ടിട്ട് വയനാട്ടിൽ വന്നിട്ട് പറഞ്ഞാണ് വയനാടിൻ്റെ പുനരധിവാസത്തിന് ഫണ്ട് ഒരു തടസ്സമേ ആവില്ല, പണം ഒരു തടസ്സമാവില്ല. കേരളത്തിൽ ഏത് ആവശ്യത്തിനാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് ഇതുവരെ കൊടുക്കാതിരുന്നിട്ടുള്ളത്? വയനാട്ടിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലായി അവർ പറയണം 100% വ്യാജമാണ്. ഇതേപോലെ ഓരോ കാര്യത്തിലും അതാത് സമയങ്ങളിൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. ഇവരിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കിട്ടാനുള്ള പണം മുഴുവൻ പല കാര്യങ്ങൾ പറഞ്ഞ് മേടിച്ചു വെക്കുകയും ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ സ്വന്തം പദ്ധതികളാണെന്നുള്ള പോലെ പേരുകൾ മാറ്റിയിട്ട് പ്രചരിപ്പിക്കുകയും ആളുകൾ ഇതൊന്നും കൃത്യമായിട്ട് പരിശോധിക്കുകയോ പഠിക്കുകയോ ചെയ്യില്ല എന്നുള്ളൊരു അവസരം മുതലെടുത്തിട്ട് വ്യാജമായിട്ടുള്ള പ്രചരണം നടത്തും. അപ്പോൾ വയനാട്ടിൻ്റെ കാര്യത്തിൽ എന്താ പറയുക, ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണ്. നമ്മുടെ നിയമത്തിൽ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ ഒരു പ്രൊവിഷൻ ഇല്ല. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റൂൾസ് പ്രകാരം ഏതെങ്കിലും ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി നാഷണൽ ഡിസാസ്റ്റർ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യാനൊരു പ്രൊവിഷൻ ഇല്ല. 2013 ഉത്തരാഖണ്ഡ് ഫ്ലഡ്സ് വന്നപ്പോൾ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തങ്ങളിൽ ഒന്നാണ് ഉത്തരാഖണ്ഡ് ഫ്ലഡ്. 6000 പേരാണ് മരിച്ചത്. ഏതാണ്ട് 200ഓളം ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ട് ഒലിച്ചുപോയി ഉത്തരാഖണ്ഡ് ഫ്ലഡിൽ. ആ ദുരന്തത്തെ നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് നമ്മുടെ കേരളത്തിലുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു ആഭ്യന്തര സഹമന്ത്രി. അദ്ദേഹം അന്ന് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് നാഷണൽ ഡിസാസ്റ്ററായി പ്രഖ്യാപിക്കാൻ നിയമത്തിലൊരു പ്രൊവിഷനേ ഇല്ല എന്ന്. നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് കൊടുത്തിട്ടുള്ള കത്തിലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പറയാനൊരു പ്രൊവിഷൻ ഇല്ല. ഇതറിഞ്ഞുകൊണ്ട് തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ ഒരു പ്രൊവിഷൻ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വ്യാജമായിട്ടൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അത് പറ്റില്ലെന്ന് പറയുമ്പോൾ ഇത് കേരളത്തോടുള്ള എന്തോ വിവേചനമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യണം. യഥാർത്ഥത്തിൽ പ്രബുദ്ധമായിട്ടുള്ള സംസ്ഥാനമാണ്, സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്, പൊതുവിൽ ജീവിത നിലവാരത്തിലും വിദ്യാഭ്യാസ നിലവാരത്തിലും ഒക്കെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് പോലും നമ്മുടെ ഈ ഭരണവർഗം നമ്മളെ വളരെ അവമതിപ്പോട് കൂടിയിട്ടാണ് കാണുന്നത്. നമ്മളെ വളരെ ബുദ്ധിയില്ലാത്ത ഒരു സമൂഹമായിട്ടാണ് ഇവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും തരംതാണ രീതിയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനുള്ള ശ്രമം ഇവർ നടത്തുന്നത്. ഇതിൽ വസ്തുതകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് വെറും വ്യാജ പ്രചരണമാണെന്നുള്ളത്. ഈ കേരളത്തിൽ നിന്ന് വിട്ട് നമുക്ക് ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ BJP ഒരു 1-2 ദിവസമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. പാർലമെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ ഈ പാർലമെൻറ്റ് നടക്കുന്നതിന് മുന്നേ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ടൂൾ കിറ്റ് പുറത്തു വരികയും രാഹുൽ ഗാന്ധി അത് ഏറ്റെടുക്കുകയും പാർലമെൻറ്റ്
പ്രതിപക്ഷം സ്തംഭിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് BJP ആരോപിച്ചിരുന്നു. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇന്ത്യയിൽ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണമെന്നും ഈ രാജ്യത്തെ ഡിസ്റ്റബിലൈസ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന, അത് പ്രഖ്യാപിത നയമായി പറയുന്ന ഒരുപാട് ആളുകളുമായിട്ട് പരസ്യമായിട്ട് ബന്ധം പുലർത്തുന്നതാണ്. ഇപ്പോൾ ജോർജ് സോറോസ് ഒരു ഉദാഹരണം മാത്രമാണ്. ജോർജ് സോറോസിൻ്റെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ മാർച്ചിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നതും, രാഹുൽ ഗാന്ധി US പോയപ്പോൾ ഇവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല ഇത്രയും കാലത്തെ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ പിന്തുടർന്ന് വന്നിരുന്ന ഒരു കവനൻ്റ്, ഒരു കൺവെൻഷൻ എന്ന് പറയുന്നത് വിദേശ മണ്ണിൽ പോയിട്ട് രാജ്യത്തിനെതിരെ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി എന്തൊക്കെ പറഞ്ഞാലും ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയോട് അറസ്റ്റ് പോലും ചെയ്തിട്ടുണ്ട്. 1977 ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ വീണല്ലോ. അതിനുശേഷം മൊറാർജി ദേശായിയുടെ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് അഴിമതി കേസിൽ ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇന്ദിരാഗാന്ധി UK പോയിട്ട് അവരോട് ഇന്ത്യൻ ജയിലുകളെ പറ്റിയിട്ടുള്ള അവസ്ഥയെ പറ്റി ചോദിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് 1000 അഭിപ്രായ വ്യത്യാസങ്ങൾ നാട്ടിലുണ്ട്, പക്ഷേ അതിനെപ്പറ്റി സംസാരിക്കേണ്ട സ്ഥലം ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പിന്തുടർന്ന് വരുന്നൊരു കവനൻ്റാണ്. ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കൽ പോലും വിദേശ മണ്ണിൽ പോയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ വിമർശിച്ചിട്ടില്ല. ലാൽ കൃഷ്ണ അദ്വാനി ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. നരേന്ദ്രമോദി അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ആ കീഴ്വഴക്കങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇദ്ദേഹം അമേരിക്കയിൽ പോയിട്ടും UK പോയിട്ടും ഒക്കെ ഇന്ത്യക്കെതിരെ നിരന്തരമായി സംസാരിക്കുന്നു. കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടി വളരെ ബോധപൂർവം സംസാരിക്കുന്നു. മാത്രമല്ല വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടണം, അമേരിക്ക ഉൾപ്പെടെ ഇടപെട്ടിട്ട് ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണം, നരേന്ദ്രമോദിയെ ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ്. അതായത് ഫോറിൻ ഇൻ്റർവെൻഷൻ ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവ് വിദേശ മണ്ണിൽ പോയിട്ട് ആവശ്യപ്പെടുകയാണ്. ഇയാളുടെ ഉദ്ദേശത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ടുള്ള സംശയങ്ങൾ ഉടലെടുക്കാൻ തക്ക കാരണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അസോസിയേഷൻസ് എല്ലാം അങ്ങനെ വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആളുകളുമായിട്ടാണ്. ഇപ്പോൾ നോക്കൂ, ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള പാവ സർക്കാർ അതിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നുള്ള വളരെ പ്രകടമായിട്ടുള്ള കാര്യമാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ ഉയർന്ന നേതാക്കന്മാരുമായിട്ട് രാഹുൽ ഗാന്ധി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ഈ കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിൽ കലാപസമാനമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ഈ പറയുന്ന സിഖ് ജസ്റ്റിസ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്ന കാനഡയിലൊക്കെ പ്രവർത്തിക്കുന്ന നിരോധിത ഖാലിസ്ഥാനി സംഘടനകളുടെ പ്രതിനിധികളാണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യ താല്പര്യത്തിന് വിരുദ്ധരായിട്ടുള്ള ആളുകളുമായിട്ട്, ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിൽ ജമാഅത്തുമായിട്ട്, കാനഡയിലാണെങ്കിൽ ഖാലിസ്ഥാനികളുമായിട്ട്, അമേരിക്കയിലാണെങ്കിൽ സോറോസുമായിട്ട്, UK അവിടെയുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുമായിട്ടൊക്കെ ഇയാൾ കൈകോർക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിലൂടെ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തിയിട്ട് അധികാരത്തിൽ വരാൻ കഴിയും എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഇനി ഇല്ല. അത് 2 തവണ പരിശ്രമിച്ച് 2 തവണയും പരാജയപ്പെട്ടു. ഇനി മറ്റേതെങ്കിലും തരത്തിൽ രാജ്യത്ത് കലാപം അഴിച്ചു വിട്ടുകൊണ്ട് രാജ്യത്തെ ക്രമസമാധാന നില മുഴുവൻ തകർത്തുകൊണ്ട് ആ കൺഫ്യൂഷനിൽ ഒരു ഭരണാധികാരിയായിട്ട് ഉയർന്നു വരാൻ സാധിക്കുമോ എന്നുള്ള പരിശ്രമമാണ് രാഹുൽ ഗാന്ധി കുറേയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം രാജ്യത്തിനുള്ളിൽ കലാപം സൃഷ്ടിക്കാൻ ബോധപൂർവ്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ നോക്കും, ജാതി സെൻസസ് വേണം, നിരന്തരമായിട്ട് ജാതി പറഞ്ഞുകൊണ്ട് ആളുകളെ തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹൽവ സെറിമണി നടത്തി, ബജറ്റ് അവതരണത്തിൻ്റെ സമയത്ത് നടത്തിയിട്ടുള്ള ഹൽവ സെറിമണിയിൽ SC വിഭാഗത്തിനുള്ള ആരുമില്ല. മിസ് യൂണിവേഴ്സ് പട്ടത്തിലും മിസ് ഇന്ത്യ പട്ടത്തിലും SC ST വിഭാഗക്കാർക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഉയർന്ന സംവിധാനങ്ങളിലൊന്നും SC ST പ്രതിനിധികളില്ല. വളരെ തെറ്റായിട്ടുള്ള, വളരെ വ്യാജമായിട്ടുള്ള, ഓരോ കാര്യത്തിലും കാസ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തിനുള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ഈ പറയുന്ന രാജ്യവിരുദ്ധരായിട്ടുള്ള ശക്തികളുടെ പിന്തുണ സ്വീകരിച്ചിട്ടാണെങ്കിൽ പോലും രാജ്യത്തെ ഡിസ്റ്റബിലൈസ് ചെയ്യുക എന്നൊരു വളരെ തെറ്റായിട്ടുള്ള നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള പ്രകടനമാണ് പാർലമെൻറ്റിൽ നമ്മൾ കാണുന്നത്. കാരണം പാർലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ്. അവിടെയാണ് നിയമനിർമ്മാണ പ്രക്രിയ. ഇപ്പോൾ രാജ്യം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന ആരെയാണ്? നമ്മൾ അയക്കുന്ന സാമാജികന്മാരെയാണ്. നമ്മൾ എന്തിനാണ് തിരഞ്ഞെടുത്ത് അയക്കുന്നത്? അവരുടെ പ്രധാനപ്പെട്ട ജോലി നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ നിത്യജീവിതത്തെ കൂടുതൽ സുഖകരമാക്കാനും അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാനും വേണ്ട നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉത്തരവാദിത്വം. ആ നിയമനിർമ്മാണ പ്രക്രിയ ഇവർ സമ്മതിക്കില്ല. നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിനെ പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുകയാണ്. അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ മാൻഡേറ്റിനെയാണ് ഇവർ നിഷേധിക്കുന്നത്. ഈ ഡെമോക്രാറ്റിക് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ പ്രവർത്തിപ്പിക്കാതിരിക്കുക എന്നുള്ള ഹീനമായിട്ടുള്ള തന്ത്രമാണ് ഇവർ പാർലമെൻറ്റിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വിദേശ താല്പര്യങ്ങളുണ്ട്, വിദേശ സഹായമുണ്ട്. 100% പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യം അത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായിട്ടുള്ള ഒരു അധികാരം ഒരു ആവശ്യമാണ്. അപ്പോൾ കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഭാവി എങ്ങനെയാണ്? കേരളം തീർച്ചയായിട്ടും BJPക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം കേരളത്തിൽ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ചോദ്യത്തിലെ ഉത്തരത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കേരളത്തിലെ BJP അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ്
അപ്പോൾ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഒരു മോശമായിപ്പോയി. ഉണ്ടായിരുന്ന വോട്ടിൽ നിന്ന് താഴേക്കാണ് പോയത്. കഴിഞ്ഞ തവണ ശ്രീധരൻ സാർ ചേലക്കരയിൽ കൂടിയല്ലോ, ചേലക്കരയിൽ 10,000 വോട്ട് കൂടി. മറ്റ് വയനാട് മണ്ഡലത്തിലാണെങ്കിലും നല്ല പെർഫോമൻസാണ് നടത്തിയത്. കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 1,42,000 വോട്ട് കിട്ടി, അത് ശരിയാണ്. പക്ഷേ അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളപ്പള്ളി മത്സരിച്ചപ്പോൾ 78,000 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നവ്യ ഇത്തവണ മത്സരിച്ചപ്പോൾ 1,10,000 വോട്ട് കിട്ടി. BJP ശരിക്കുള്ള അവിടുത്തെ നമ്പറിനേക്കാൾ വലിയ സംഖ്യയാണ് കിട്ടിയത്. പാലക്കാട് ചെറിയ വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. 43,000 വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 39,500 ഏതാണ്ട് 3,500 വോട്ടുകൾ കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് പാലക്കാടുള്ള ആഭ്യന്തരമായിട്ടുള്ള കാരണങ്ങൾ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പൊതുവിൽ കേരളത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ BJPക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. 20% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. 38 ലക്ഷം വോട്ട് ഉണ്ടായിരുന്നു. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്നു. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് വിജയിച്ചിരുന്നു. അപ്പോൾ വലിയൊരു അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷമുണ്ട്. ഇതൊരു മാറ്റത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ കേരളത്തിലെ BJPയുടെ ഗ്രാഫ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും BJPയുടെ വോട്ട് ഷെയറിൽ 3 മുതൽ 4% വരെയുള്ള വളർച്ച ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിലെ സമൂഹം 2 മുന്നണികളെയും അങ്ങനെ മടുത്തിരിക്കുന്ന ഒരു സമൂഹമാണ്. ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവായിട്ട് തങ്ങളെ പ്ലേസ് ചെയ്യാൻ BJPക്ക് സാധിച്ചാൽ, ജനകീയ വിഷയങ്ങൾ കൂടി കുറേ കൂടി ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾ BJP പ്രതികരിക്കണം അല്ലെങ്കിൽ BJP മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലെല്ലാം വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന പോലെ, ഇപ്പോൾ മുനമ്പം വിഷയം BJP ആണല്ലോ ഏറ്റെടുത്തിട്ട് അവിടെ ആ വിഷയത്തെ ലീഡ് ചെയ്യുന്നത് BJP ആണ്. അതേപോലെ തന്നെ മറ്റ് ജനകീയ വിഷയങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കർഷകരുടെ പ്രശ്നം, കേരളത്തിലിപ്പോൾ ഇടതുപക്ഷ സർക്കാർ 10 കൊല്ലമായിട്ട് ഭരണത്തിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ആൾക്കാർ കേരളത്തിലെ കർഷകരാണ്. ആ കർഷകരുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് അവർ ഇപ്പോൾ പാലക്കാട് എന്താ പറയുക കർഷക സമിതി മാർച്ച് നടത്തിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത കെ സുരേന്ദ്രനായിരുന്നു. അപ്പോൾ അങ്ങനെ കർഷക പ്രശ്നങ്ങൾ BJP ഏറ്റെടുക്കുന്നുണ്ട്. നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമരരംഗത്ത് ഏറ്റവും സജീവമായി നിന്നിട്ടുള്ളത് BJP ആണ്. അപ്പോൾ BJPയുടെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ട് BJP ഒരു ചില പ്രത്യേക വിഷയങ്ങളിൽ മാത്രം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, പൊതുസമൂഹത്തിൻ്റെ വിഷയങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഒരു റിലീജിയസ് ആംഗിളുള്ള മതപരമായിട്ടുള്ള വിഷയങ്ങൾ മാത്രം അഡ്രസ്സ് ചെയ്യുന്നൊരു പാർട്ടിയായിരുന്നു എന്നുള്ള കാഴ്ചപ്പാട് മാറ്റിമറിച്ചുകൊണ്ട് BJP വളരെ സോഷ്യലായിട്ടുള്ള പൊതുജനങ്ങളെ ബാധിക്കുന്ന സാമൂഹിക വിഷയങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു അന്തരീക്ഷമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഇടതുമുന്നണിയെയും വലതുമുന്നണിയെയും മാറി മാറി പരീക്ഷിച്ച് മടുത്തിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ക്രെഡിബിൾ തേർഡ് ആൾട്ടർനേറ്റീവായിട്ട് നിൽക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഓരോ തവണയും BJPയിലേക്ക് വരാൻ തയ്യാറാവുന്നുണ്ട്. എന്നാലും കേരളത്തിൻ്റെ ഒരു പരമ്പരാഗത വോട്ടിംഗ് ശീലം, കേരളത്തിൻ്റെ ഒരു വോട്ടിംഗ് ശൈലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വോട്ടിങ്ങാണ്. പോസിറ്റീവ് വോട്ട് ചെയ്യില്ല. ആരെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പൊതുവെ മലയാളി വോട്ട് ചെയ്യുക, ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ഓരോ 5 വർഷം കൂടുമ്പോൾ സർക്കാർ മാറിയിരുന്നത്. അതായത് 5 കൊല്ലം ഇടതുപക്ഷം ഭരിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തെ അത്രയും അടുത്തിട്ടുണ്ടാവും, വെറുത്തിട്ടുണ്ടാവും. ഇവരെങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിലെ പ്രയോറിറ്റി. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്താലാണ് ഇടതുപക്ഷം തോക്കാൻ സാധ്യത? വലതുപക്ഷത്തിന് വോട്ട് ചെയ്താലാണ്. UDF കൊടുത്താലാണ് ഇവർ തോൽക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു മൂന്നാമത്തെ പാർട്ടി വോട്ട് ചെയ്യാൻ ആൾക്കാർ ധൈര്യപ്പെടില്ല. കാരണം ആൻറ്റി ഇൻക്യുംബൻസി വോട്ട് 2ആയിട്ട് സ്പ്ലിറ്റായിട്ട് പോയാൽ ഇവർ തന്നെ ജയിച്ചാലോ എന്നുള്ളൊരു ആശങ്ക എടുത്തുകൊണ്ട് നാച്ചുറൽ ബെനിഫിഷ്യറി ആരാവും? എപ്പോഴും സെക്കൻഡ് ആൾട്ടർനേറ്റീവായിട്ട് നിൽക്കുന്ന പാർട്ടിയാവും. പിന്നെ 5 കൊല്ലം നമ്മൾ ഈ UDF സഹിക്കും. 5 വർഷം കൊണ്ട് UDF അത്രയും അടുത്തിട്ടുണ്ടാവും, അത്രയും വെറുത്തിട്ടുണ്ടാവും. 5 വർഷം കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താ? എങ്ങനെയെങ്കിലും UDF തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പുണ്ടായിരുന്ന എന്ത് വോട്ട്, ഇനി വരാൻ പോകുന്ന എന്ത് വോട്ട്, ഇപ്പം ഇവരെ തോൽപ്പിക്കുക, ഇവരെ കൂട്ടുള്ള തലവേദന തീർക്കുക എന്നുള്ളൊരു പ്രയോറിറ്റിയിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യണു? ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി ആർക്ക് വോട്ട് ചെയ്താലാണ് സാധ്യത എന്ന് വെച്ചിട്ട് LDF തന്നെ വോട്ട് ചെയ്യണു. ഇങ്ങനെ വറ ചെട്ടിക്കും തീക്കും ഇടയിൽ കിടന്ന് ഇങ്ങനെ ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടത്തുകാലിലെ മന്ത് വലത്തുകാലിലെ മന്ത് ഇടത്തുകാലിലേക്ക്. ഇത് ഈ തോൽപ്പിക്കുക എന്നുള്ളത് പ്രയോറിറ്റി ആയതുകൊണ്ടാണ് മൂന്നാമതൊരാളെ ചിന്തിക്കാനുള്ള ഒരു ലക്ഷറി അവിടെ മലയാളിക്ക് ഇല്ലാണ്ടാ പോകുന്നത്. പക്ഷേ ഈ BJP ജയിക്കുന്നൊരു പാർട്ടിയാണെന്ന് ഫീലിംഗ് വന്നാൽ, ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്താൽ BJP ജയിക്കും, BJPക്ക് ഒരു ഓൾട്ടർനേറ്റീവ് വരാൻ കഴിയുമെന്നൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ മലയാളികൾ BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. തൃശ്ശൂർ നമ്മൾ കണ്ടു, പാലക്കാട് ഇപ്പോൾ ശ്രീധരൻ സാർ മത്സരിച്ചപ്പോൾ 50,000 വോട്ട് വന്നത് നമ്മൾ കണ്ടു. 11 നിയമസഭാ മണ്ഡലങ്ങൾ നമ്മളത് കണ്ടു കഴിഞ്ഞു. ആലപ്പുഴയിൽ, അല്ലെങ്കിൽ ആറ്റിങ്ങലിൽ, അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒക്കെ വലിയ വോട്ട് ശതമാനം BJP നേടിയത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആളുകൾ പണ്ടത്തെ ഒരു ഫീലിംഗ്, BJPക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, BJP ജയിക്കില്ല, എന്തിനാ വെറുതെ ഒരു വോട്ട് വേസ്റ്റ് ചെയ്യുന്നത്? അതിവിടെ ഈ ജയപരാജയം നിശ്ചയിക്കുന്നതിൽ ഓരോ വോട്ടിനും പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, BJPയും ജയിക്കാവുന്നൊരു പാർട്ടിയാണെന്നൊരു ഫീലിംഗ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഞാൻ പ്രതീക്ഷിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20ഓളം മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ ജയസാധ്യത ഉണ്ട് എന്നുള്ളതാണ്.
കേരളത്തിലെ ഒരു വളരെ നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് BJP മാറും. 20% മുകളിലേക്ക് ഒരു പാർട്ടിക്ക് വോട്ട് വന്നു കഴിഞ്ഞാൽ ആ പാർട്ടി ആ സ്റ്റേറ്റിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു സംഘടനയായി കഴിഞ്ഞു എന്നുള്ളതാണ് പൊതുവെ ഇലക്ഷൻ സെഫോളജിയിൽ പറയുക. 5% റൈസ് വന്നു കഴിഞ്ഞാൽ ബംപ് എന്നാ പറയുക. ബംപ് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ബംപ് സൃഷ്ടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പറ്റും. അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, പക്ഷെ അവർക്ക് ആര് ഭരിക്കണം ആര് ഭരിക്കരുത് എന്ന് നിശ്ചയിക്കാൻ തക്കവണ്ണമുള്ള ശേഷിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കേരള പൊളിറ്റിക്സിൽ ഒരു കിങ് മേക്കർ ആവാനും കേരള പൊളിറ്റിക്സിൻ്റെ ഗതിയെ നിയന്ത്രിക്കാനും ഒക്കെ ശേഷിയുള്ളൊരു സംവിധാനമായിട്ട് 2026 തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ BJP മാറും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ വളർച്ച സ്റ്റഡിയാണ്. അത് BJP കേരളം ഭരിക്കുന്നൊരു അന്തരീക്ഷം ഇപ്പോൾ ആയിട്ടില്ല, പക്ഷെ അതും വരുന്നുണ്ട്. കേരളം അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ വൈകിയല്ലാതെ BJP അല്ലാതെ ഒരു ആശ്രയമില്ല എന്ന് ആരാണോ അത് തിരിച്ചറിയേണ്ടത് ആ സമൂഹം വളരെ വൈകിയല്ലാതെ തിരിച്ചറിയും. കാരണം ബാക്കിയുള്ള 2 കൂട്ടരും നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവരൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ താല്പര്യങ്ങളെ മാത്രമേ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആരെങ്കിലും കൂടെ നിന്നാലല്ലാതെ നമ്മൾക്ക് അതിജീവനം സാധ്യമല്ല, എക്സിസ്റ്റൻസ് സാധ്യമല്ല എന്നും ഒരു വലിയ വിഭാഗം ഇനിയും തിരിച്ചറിയാനുണ്ട്. ആ വിഭാഗം വളരെ പതുക്കെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കൂടുതൽ ആളുകൾ അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയം കൂടി എടുക്കുമായിരിക്കും ഒരു പക്ഷേ മുഴുവൻ ആളുകളിലേക്ക് ആ ബോധ്യത്താൻ. പക്ഷേ നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യും. അന്ന് BJP ഒരു പക്ഷേ എന്താ പറയുക ഒരു 10 വർഷത്തിനുള്ളിൽ BJP കേരളം ഭരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാവും.